Hi, good afternoon, all of you. Good afternoon. Yes. Good afternoon. Yes. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് Good വെച്ചേക്കുക. afternoon. യെസ്. അപ്പൊ ഓഡിബിൾ ആണ്. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോൺ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കും കുറെ കാര്യങ്ങളിൽ കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. ഈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന PROമാര് വഴി കണക്ട് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകുക. അപ്പൊ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ആശയവിനിമയത്തിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തതക്കുറവ് സംഭവിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിജപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് സ്റ്റഡി മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അക്കാദമിക് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിശമിച്ച് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ് നോൺ അക്കാദമിക് ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് നിർബന്ധമായും ലൈവിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും ഈ ക്ലാസ് നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഈ ക്ലാസ് കാണാതെ അവസാന സമയത്ത് നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് ഒരു ചോദ്യമാണ്. ചോദ്യം എന്താന്ന് വെച്ചാൽ, ഈ കോഴ്സിനകത്ത് ഈ ബാച്ചിനകത്ത് ഏതൊക്കെ കോഴ്സുകളുള്ള വിദ്യാർത്ഥികളാണുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏതൊക്കെ കോഴ്സുകളാണ് ചേർന്നിട്ടുള്ളതെന്ന് പറയാമോ നിങ്ങൾ? ഡിപ്ലോമ. ഡിപ്ലോമക്ക് ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഡിപ്ലോമയ്ക്ക് ഉണ്ട്. പിന്നെ ഏതാ? PG. യെസ്, ഓക്കെ. ഡിപ്ലോമയുടെയും PGയുടെയും വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കുന്ന ഒരു ബാച്ചാണിത്, അല്ലേ? അപ്പൊ എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാല് ബേപ്പൂരിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുണ്ട് മലയാളത്തില് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാള്. പക്ഷെ മലയാളിയുടെ വായനയെ ഏറ്റവും വസന്തമാക്കി തീർത്ത, ഏറ്റവും ലളിതമായിട്ട് ആഖ്യയും ആഖ്യാനവും ഒന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് നോവലുകളും കഥകളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഒന്നും കൂടി ചേർത്താല് രണ്ടല്ല ഇമ്മിനി വലിയ ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ആ മനുഷ്യൻ? ആരെങ്കിലും പറയാമോ? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. യെസ്. അപ്പോ സാധാരണഗതിയിൽ +2കാരെയും ഡിഗ്രിക്കാരെയും കൂടി ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുത്തൂല. പക്ഷെ ഇതിനകത്ത് ഡിഗ്രിക്കാരെയും PGക്കാരെയും ഒരുമിച്ചാണ് ഇരുത്തിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ, ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ, എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, കോൺവെക്കേഷന്റെ കാര്യങ്ങൾ, ഫീസ് സ്ട്രക്ചർ, ഫീസ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോ ഓരോന്നായിട്ട് പറയാം. ഞാൻ ഈ മുഴുവൻ ടോപ്പിക്കുകളും സംസാരിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ഈ ബാച്ചിനകത്ത് ഡിപ്ലോമ വിദ്യാർത്ഥികളുമുണ്ട്, PG വിദ്യാർത്ഥികളുമുണ്ട്, അല്ലെ? അത് ഈ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ ഫീസ് എത്രയാണ്? ആരെങ്കിലും പറയാമോ? കമോൺ. 7,000 രൂപ. ഓക്കെ, 1000 രൂപ രജിസ്ട്രേഷൻ ഫീസും. യെസ്, 6,000 നമ്മുടെ ഫീസ് വരുന്നത്. പക്ഷെ രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയുണ്ട്. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് പ്ലസ് 6,000 രൂപ ട്യൂട്ടോറിയൽ ഫീസ്. അങ്ങനെയാണ് ആകെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 7,000 രൂപയാണ് വരുന്നത്. PGക്ക് വരുന്നത് 13,000 രൂപയാണ്. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസും ബാക്കി 12,000 രൂപ പിന്നെ കോഴ്സ് ഫീസുമാണ്. ഇതാണ് ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ കോഴ്സിന്റെ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 ആപ്പുകൾ നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. ഏതൊക്കെ ആപ്പുകളാണ് അത് ഒന്ന് പറയാമോ? ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം. പ്രധാനമായും വേണ്ടത് ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമുമാണ്. ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാമോ? ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. യെസ്, ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്,
ലൈവായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിന്റെ സമയം തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 1:30 മുതൽ 3:30 വരെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോ അതിനകത്ത് ആ 1:30ക്ക് കയറുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഒരു 1:20 മുതലാണ് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ മീറ്റിൽ എൻട്രി കിട്ടുള്ളൂ. നിങ്ങൾ രാവിലെ 10 മണിക്ക് ഗൂഗിൾ മീറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടോ? ഇല്ല, കിട്ടൂല. ഉച്ചക്ക് 3:30ക്ക് ശേഷം കയറിയാലും കിട്ടൂല. ഞാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, കുറെ പേർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് എല്ലാ ബാച്ചുകാരോടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നതാണ്. അപ്പോ 1:30 മുതൽ 3:30 വരെയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത്. അത് ഗൂഗിൾ മീറ്റിന്റെ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ കയറുന്നത്. അത് എല്ലാ ദിവസത്തെയും ലൈവ് ക്ലാസ്സിന് ഓരോരോ ലിങ്കുകളാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല. എല്ലാ ദിവസത്തെയും ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള പെർമനന്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഗൂഗിൾ മീറ്റിംഗിലെ വഴി ലൈവ് ക്ലാസ്സിൽ കയറേണ്ടത്. ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞേ? കമോൺ. റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി. യെസ്, റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് മുടങ്ങി പോവുകയോ, അതല്ല എങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയോ ആയിരിക്കെ ആ ജോലിയോടൊപ്പമാണ് ഈ കോഴ്സ് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ അവർക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടു പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്കും രണ്ടാമത് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അതാത് ദിവസത്തെ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും ലഭിക്കുക. ആ കാര്യം ക്ലിയർ ആണല്ലോ? തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇന്ന് നടക്കുന്ന ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും കിട്ടുക. എല്ലാവരും മനസ്സിലായി എന്ന് തമ്പിടുന്നുണ്ട്. സുചിത്ര, ഫർസാന, അങ്ങനെ ആരൊക്കെയോ, പൊന്നു, അഫീദ, എല്ലാവരും തമ്പിട്ടു. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബുധനാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും? ട്യൂസ്ഡേ. വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? വ്യാഴാഴ്ച. തിങ്കളാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? അതാവശ്യം. തിങ്കളാഴ്ച നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്താ കാരണം? നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം അതാത് ദിവസത്തെ ലൈവ് ക്ലാസ്സുകൾ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നത്. ഫ്രൈഡേ ഉള്ള ലൈവ് ക്ലാസ്സിന്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസത്തെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്ന ശനിയാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ആരും തന്നെ തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ സാർ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടതില്ല. ക്ലിയർ? അപ്പോ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമ്മുടെ ക്ലാസ്. 1:30 മുതൽ 3:30 വരെയാണ്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. അത് ഈ 1:30 മുതൽ 3:30 വരെയുള്ള സമയത്താണ് ഉണ്ടാവുക. ഗൂഗിൾ മീറ്റിന് വേണ്ടിയിട്ട് സ്ഥിരം ലിങ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ലിങ്ക് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് 6 മാസവും PG വിദ്യാർത്ഥികൾക്ക് 10 മാസവുമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തത്. റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ലഭിക്കുക. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയായിരിക്കും. കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് മോക്ക് ടെസ്റ്റുകളാണ്. നിങ്ങളുടെ ഓരോ ചാപ്റ്ററുകൾ ചെയ്യുമ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് മെയിൻ എക്സാമിന് വരാവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ അതിന്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് ഈ ഡിപ്ലോമ വിദ്യാർത്ഥികളെയും PG വിദ്യാർത്ഥികളെയും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? ആരെങ്കിലും പറയാമോ? കമോൺ, ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല? ടച്ച് കിട്ടാനായിരിക്കും.
എന്തോ ടച്ച് കിട്ടാനായിരിക്കും. ടച്ച് കിട്ടാൻ. ഓക്കെ, ഞാൻ പറയാം. അതായത് ഡിപ്ലോമക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്, പി ജിക്കോ 7 മൊഡ്യൂളാണ് ഉള്ളത്. ഡിപ്ലോമയ്ക്ക് 4 മൊഡ്യൂളും പി ജിക്ക് 7 മൊഡ്യൂളുമാണ് ഉള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. അപ്പോ അതിന്റെ ഡിപ്ലോമയുടെ ആദ്യത്തെ 4 മൊഡ്യൂളും പി ജിയുടെ ആദ്യത്തെ 4 മൊഡ്യൂളും സെയിം തന്നെയാണ്. അതായത് ഡിപ്ലോമയ്ക്ക് പഠിക്കാനുള്ള 4 മൊഡ്യൂൾ തന്നെയാണ് പി ജിക്ക് പഠിക്കാനുള്ള ആദ്യത്തെ 4 മൊഡ്യൂൾ. അപ്പോ ആദ്യത്തെ 6 മാസം ഡിപ്ലോമക്കാരുടെ ഒപ്പമായിരിക്കും പി ജിക്കാരുടെയും ക്ലാസ്. ആദ്യത്തെ 6 മാസക്കാലം കൊണ്ട് 4 മൊഡ്യൂളുകൾ എടുത്ത് തീർക്കും. 3 മാസത്തിൽ 2 മൊഡ്യൂളുകൾ വീതമാണ് തീർക്കുന്നത്. ഓക്കെ, അങ്ങനെ 6 മാസം കൊണ്ട് 4 മൊഡ്യൂളുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം പി ജി വിദ്യാർത്ഥികൾക്ക് പി ജിക്കുള്ള എക്സ്ട്രാ വരുന്ന 3 മൊഡ്യൂളുകൾ പ്രത്യേകമായിട്ട് ബാക്കിയുള്ള 4 മാസം കൊണ്ട് എടുത്തു തീർക്കുന്ന ഒരു പഠന രീതിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിപ്ലോമ വിദ്യാർത്ഥികളെയും പി ജി വിദ്യാർത്ഥികളെയും ഇപ്പോൾ ഒരുമിച്ച് നിർത്തിയിട്ടുള്ളത്. അവർക്ക് ആദ്യത്തെ 4 മൊഡ്യൂളുകൾ ഒരുമിച്ചായിരിക്കും. ആദ്യത്തെ 4 മൊഡ്യൂൾ ഒരുമിച്ചായിരിക്കും എന്ന് പറയുമ്പോൾ ഈ 4 മൊഡ്യൂളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാം വരും. ആ മെയിൻ എക്സാം വരുമ്പോൾ ഡിപ്ലോമ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ പി ജി വിദ്യാർത്ഥികളും ആദ്യത്തെ 4 മെയിൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതോടുകൂടി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് പിന്നീട് തുടർന്ന് വരുന്ന 4 മാസം കൊണ്ട് ബാക്കിയുള്ള 3 മൊഡ്യൂൾ മാത്രം പഠിക്കുകയും ആ 3 മൊഡ്യൂളിന്റെ മെയിൻ എക്സാം മാത്രം അറ്റൻഡ് ചെയ്താലും മതിയാകുന്നതാണ്. അപ്പൊ അങ്ങനെ 7 മൊഡ്യൂൾ നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾക്ക് പരീക്ഷയിൽ വലിയ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് പി ജി വിദ്യാർത്ഥികളെയും ഡിപ്ലോമ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് ഇരുത്താനുള്ള അതിന്റെ കാരണം. ആദ്യത്തെ 4 മൊഡ്യൂളുകൾ ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 തരത്തിലാണ് എക്സാമുകൾ നടക്കുന്നത്. എല്ലാ എക്സാമുകളും നമ്മുടേത് ഓൺലൈൻ എക്സാം ആയിരിക്കും. ഞാൻ അല്പം സമയക്കുറവുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുവാണ് കേട്ടോ. വേറെ അതിന്റെ ഉപകഥകളിലോട്ടോ വേറെ കാര്യങ്ങളോട്ടോ ഒന്നും പോകുന്നില്ല. നമ്മുടെ എക്സാം ഓൺലൈൻ എക്സാം ആയിരിക്കും. അത് മൊഡ്യൂളുകൾ തീരുന്ന മുറക്ക് ഒരു മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ മൊഡ്യൂൾ എക്സാമുകൾ 2 മൊഡ്യൂൾ തീരുമ്പോഴായിരിക്കും ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കുക. ആ മൊഡ്യൂൾ എക്സാം കഴിഞ്ഞതിന് ശേഷം മൊഡ്യൂൾ എക്സാം ഒരു തവണ നടത്തും. അതിനുശേഷം മെയിൻ എക്സാം ഏറ്റവും ലാസ്റ്റ് 4 മൊഡ്യൂളുകൾ തീരുമ്പോൾ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും 7 മൊഡ്യൂളുകൾ തീരുമ്പോൾ പി ജി വിദ്യാർത്ഥികൾക്കും അതാത് സമയത്ത് എക്സാം നടത്തുന്നതാണ്. ഓൺലൈനായിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ഇപ്പൊ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടമ്മമാർ, അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ടാണ് എക്സാം നടത്തുന്നത്. മെയിൻ എക്സാം നടത്തുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ നേരിട്ടാണ്. മെയിൻ എക്സാമിന് മുമ്പായിട്ട് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൊഡ്യൂൾ എക്സാം നമ്മൾ 2 കാരണങ്ങൾ കൊണ്ടാണ് മൊഡ്യൂൾ എക്സാമുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന്, ഓൺലൈൻ എക്സാമുകൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളെ മെയിൻ എക്സാമിലേക്ക് കൊണ്ടുവന്നിരുത്തിയാൽ അതിന്റെ ഒരു അങ്കലാപ്പും അവരാദ്യമൊക്കെ ഉണ്ടാകാം. അപ്പോ സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ആ പരിചയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ പഠിച്ചു പോയ പാഠഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൊഡ്യൂൾ എക്സാം നടത്തുന്നത്. അപ്പോ അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം വരുന്നത്. മെയിൻ എക്സാം നടത്തുന്നത് നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേര് നിങ്ങൾക്കറിയാം, RSDCA എന്നാണ്. അത് ഓൺലൈൻ എക്സാം ആയിരിക്കും, ലൈവ് സ്ട്രീം എക്സാം ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വീട്ടിലിരുന്നോ തൊഴിലിടത്തിലിരുന്നോ ആണ് പഠിക്കുന്നത് എങ്കിലും എക്സാം എഴുതുന്നത് എങ്കിലും ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഒരു രീതികളും എക്സാമിനകത്ത് പ്രയോഗിക്കാനായി പാടുള്ളതല്ല. കാരണം ഓൺലൈൻ എക്സാമിനകത്ത് നിങ്ങളുടെ മാനറിസത്തിനകത്ത്, നിങ്ങളുടെ ഐ കോണ്ടാക്റ്റിനകത്ത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനകത്ത് തെറ്റായ എന്തെങ്കിലും ഒരു സംവിധാനം കാണുകയാണെങ്കിൽ നിങ്ങളെ കോഴ്സിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതായിരിക്കും. മെയിൻ എക്സാം നടത്തുമ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻവിജിലേറ്റർമാരെ കൂടാതെ 2 സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റർമാരും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഹാളിൽ കയറുമ്പോൾ, മെയിൻ എക്സാമിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അത് വിസിബിൾ ആകുന്നതാണ്. RSDCയുടെയും SDCയുടെയും അവരുടെ മെയിൽ ഐഡിയിൽ നിന്ന് അവർ ലോഗിൻ ചെയ്ത് കയറുന്നതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾ അവരുടെ ഒരു ഇൻവിജിലേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 2 സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെയും ഷാഡോ ഇൻവിജിലേറ്റർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള ഒരു രീതികൾ നമ്മൾ എക്സാമിനകത്ത് പ്രയോഗിക്കാനായിട്ട് പാടുള്ളതല്ല.
ഓക്കെ. എക്സാമിനകത്ത് നിങ്ങൾ പെർഫോം ചെയ്യുന്നതിന്റെ വീഡിയോയും മറ്റും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു രീതിയിലും നിങ്ങൾ ഇരിക്കുന്നത് വീട്ടിലൊക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ചിന്ത ഒരു പക്ഷെ വന്നേക്കാം, ഇതൊക്കെ നോക്കി ചെയ്താലും കുഴപ്പമില്ല, എളുപ്പമാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വീഡിയോ നിർബന്ധമായും എല്ലാവരും ഓണാക്കി വെക്കേണ്ടതാണ്. മെയിൻ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഏരിയയിൽ പൂർണ്ണമായിട്ടും റേഞ്ച് നെറ്റ് കവറേജ് ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ നെറ്റ് കവറേജ് ഇല്ലാത്ത ഇടങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും അതിന്റെ നെറ്റ്വർക്ക് ബ്രേക്ക് ആകില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉറപ്പാക്കുകയോ ഏതെങ്കിലും കഫേയിൽ ചെന്നിരുന്നോ എക്സാം എഴുതേണ്ടതാണ്. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. എക്സാമിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 60 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 1 മാർക്ക് വീതം ഉള്ള 60 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. 50 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ എക്സാം സമയം വരുന്നത്. 20 മിനിറ്റ് കൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് വെറും 20 മിനിറ്റ് മാത്രം എടുത്ത് അറ്റൻഡ് ചെയ്യാവുന്ന എക്സാം ആണ്. പക്ഷെ 50 മിനിറ്റ് നിങ്ങളുടെ എക്സാം ടൈം ഉണ്ട്. നിങ്ങൾക്ക് വളരെ ആലോചിച്ച് വളരെ സവിസ്തരം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയക്രമീകരണമാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങൾ, അങ്ങനെ 60 മാർക്കായിരിക്കും ഡിപ്ലോമയ്ക്ക് എക്സാം വരുന്നത്. അപ്പോ ഡിപ്ലോമയുടെ എക്സാം ആകെ അക്കാദമിക് മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കായിരിക്കും. അപ്പൊ 60 ഇൻറ്റു 4 മൊഡ്യൂളാണുള്ളത്, 4 പേപ്പറുകളാണുള്ളത്. 6, 4, 24, 240 മാർക്ക് നിങ്ങൾക്ക് അക്കാദമിക് മാർക്കിന്റെ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്ക് കൂടിയിട്ടുണ്ടാകും. ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് 100-ലായിരിക്കും ആകെ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കായിരിക്കും. 60 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതി അറ്റൻഡ് ചെയ്ത് മേടിച്ചെടുക്കേണ്ട മാർക്കും, 40 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ത്യൻ മാർക്കുമായിരിക്കും. ഇന്ത്യൻ മാർക്കിനകത്ത് ലൈവ് ക്ലാസ്സിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നതല്ല. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്ക് ലഭിക്കുന്നതാണ്. ഇന്ത്യൻ മാർക്കിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പറിനകത്ത് ഇപ്പൊ പേപ്പർ 1 പേപ്പറിനകത്ത് 60 മാർക്കിലാണ് ആകെ എക്സാം നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 60 മാർക്കിൽ നടക്കുന്ന എക്സാമിൽ പകുതി മാർക്കാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ, പകുതി മാർക്ക്, അതായത് 30 മാർക്ക് നിങ്ങൾ പേപ്പർ എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്ക് ടോട്ടലി വരുന്നത് പേപ്പർ 1-ന് 40 മാർക്കാണ്. ആ 40 മാർക്കിന്റെ പകുതി എന്ന് പറയുന്നത് 20 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. അപ്പൊ ആകെ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് 50 മാർക്കായിരിക്കും. 30 മാർക്ക് നിങ്ങൾ പഠിച്ച് എഴുതി മേടിച്ചതും 20 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് ലഭിച്ചതും ചേർത്തിട്ട് ആകെ 50 മാർക്കായി ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് വരുന്നത്. എല്ലാ എക്സാമിനും ഇങ്ങനെ തന്നെയാണ്. 240 മാർക്കിൽ നിങ്ങൾ 120 മാർക്കാണ് വാങ്ങുന്നത് എങ്കിൽ 160ന്റെ പകുതി, അതായത് ഇന്ത്യൻ മാർക്ക് ടോട്ടൽ 160ആണ്. 40 മാർക്ക് വെച്ചിട്ട് 4 പേപ്പറിന് 160 മാർക്കിന്റെ പകുതി 80 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് ലഭിക്കുക. ഓക്കെ, 60 മാർക്കിനകത്ത് 22 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. 22 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ഫീസിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് സ്ത്രീക്ക് ഉള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പേയ്മെന്റ് സെക്ഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നായിരിക്കും നമ്മുടെ അക്കൗണ്ട്സ് ടീം ആയിരിക്കും നിങ്ങളെ വിളിക്കുക. അപ്പൊ ഞങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ സംശയം ചോദിക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് ടീമിലെ PROയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബാച്ചിനകത്ത് 1 or 2 PROമാര് നമ്മുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകും. അവർ ഓരോരുത്തരും നിങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്നതാണ്. നിങ്ങളെ വിളിച്ച് പരിചയപ്പെടുത്തി ഇന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് പണം ഇടേണ്ടത് എന്ന് പറയും. ഒരു നിശ്ചിത തീയതിക്കുള്ളിലാണ്, എല്ലാ മാസവും ഒരു നിശ്ചിത തീയതി നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ നിശ്ചിത തീയതിക്കുള്ളിലാണ് പണം അടക്കേണ്ടി വരിക. ആ പണം അടക്കേണ്ട തീയതിക്ക് മുമ്പായി ഒരൊറ്റ തവണ മാത്രമേ നിങ്ങളെ വിളിക്കുകയുള്ളൂ. അതിൽ കൂടുതലൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല. ഒരു തവണ വിളിക്കുകയും ഒരു തവണ ഒരു റിമൈൻഡർ മെസ്സേജ് ഇടുകയും ചെയ്യും. ഓക്കെ, 1000 രൂപ വീതമാണ് നിങ്ങൾ അടക്കേണ്ട തുക എന്ന് പറയുന്നത്. ഡിപ്ലോമ വിദ്യാർത്ഥികളെ 1000 രൂപ വീതമാണ് അടക്കേണ്ടത്. ഓക്കെ, മാസം 1000 രൂപ വീതം അടക്കണം.
ആദ്യത്തെ ആ നിശ്ചിത തീയതിക്കുള്ളിൽ ഫീസ് അടച്ചിട്ടില്ല എങ്കിലാണ് പിന്നീട് തുടരെ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സമകാലിക സാഹചര്യത്തിൽ 35,000 രൂപ മുതൽ 80,000 രൂപ വരെയും, PG കോഴ്സ് എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപയും ഫീസ് ഈടാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ആ സമയത്താണ് നമ്മൾ വെറും 7,000 രൂപയ്ക്ക് ഡിപ്ലോമ കോഴ്സും 13,000 രൂപയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ വളരെ നാമമാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോ നിങ്ങൾ എല്ലാ മാസവും അടക്കേണ്ട ഫീസ് അടക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിനെ ആകെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് വരും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും തന്നെ ഫീസ് അതാത് ദിവസങ്ങളിൽ അതാത് നിശ്ചയിച്ച തീയതികൾക്കുള്ളിൽ തന്നെ അടച്ചു തീർക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നു ചേരാം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റിയില്ല എങ്കിൽ ആ കാര്യം നിങ്ങൾ ആ പേയ്മെന്റ് സെക്ഷനിലെ PRോട് വിളിച്ച് പറയുകയും നിശ്ചിത തീയതിക്കുള്ളിൽ ഫീസ് അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ ആ തീയതി പറയുകയും ചെയ്താൽ അവിടെ വെച്ചൊരു വിഷയം തീരും. ഇനി അതല്ല, നിങ്ങൾ ഫീസ് അടക്കുന്നില്ല എങ്കിൽ ഒരു നിശ്ചിത സമയം വരെ ഞങ്ങൾ കാത്തിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. നമുക്കത് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ ഫീസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ദൈനംദിനം, നമുക്ക് 100 ചില്ലാൻ വരുന്ന ജീവനക്കാരുണ്ട്, 4-5 ഓഫീസുകളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും വാടക, സോഫ്റ്റ്വെയറുകളുടെ വാടക, ബാക്കിയുള്ള ചെലവുകൾ, ഈ 100 ചില്ലാൻ വരുന്ന ജീവനക്കാരുടെ ശമ്പളം, ഇതെല്ലാം നിങ്ങൾ തരുന്ന ഫീസിൽ നിന്നാണ്. അപ്പോ ആ 1000 രൂപ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോ പരമാവധി എല്ലാവരും നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ അടച്ച് തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഈ കോഴ്സ് ഫീസ് കൂടാതെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് ഒരു എക്സാം ഫീസാണ്. എക്സാം ഫീസ് എന്ന് പറയുന്നത് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് 1,500 രൂപയും പിന്നെ PG വിദ്യാർത്ഥികൾക്ക് 1,800 രൂപയുമാണ് എക്സാം ഫീസ് വരുന്നത്. അതിപ്പോ നിങ്ങൾ അടക്കേണ്ടതില്ല. എക്സാമിന്റെ സമയത്ത്, എക്സാം നിങ്ങൾക്ക് എപ്പോഴാണോ വരുന്നത്, എക്സാം സമയത്ത് നിങ്ങളെ പേയ്മെന്റ് ടീമിൽ നിന്ന് തന്നെ PROമാരെ വിളിക്കും. ആ സമയത്ത് എക്സാം ഫീസ് അടക്കാനായിട്ട് പറയും. ഫീസ് പൂർണ്ണമായി അടക്കാത്ത ഒരാളെയും നമ്മൾ എക്സാം എഴുതാനായി അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പോ എക്സാം ഫീസ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് 1,500 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 1,800 രൂപയുമായിരിക്കും എക്സാം ഫീസ് വരുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫീസ് അടച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു, RSDCA എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എക്സാം കണ്ടക്ട് ചെയ്യുന്നവരാണ്, അതിന്റെ വാലുവേഷൻ നടത്തുന്നവരാണ്, ഫൈനലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നവരാണ്, മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നവരാണ്. അതിന്റെ പരിപൂർണമായിട്ടുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി ആയിട്ടുള്ള RSDCA നിക്ഷിപ്തമാണ്. സ്മാർട്ട് ശ്രീ എന്ന് പറയുന്നത് ഈ കോഴ്സ് നടത്തുന്ന ട്യൂട്ടോറിയൽ സ്ഥാപനം മാത്രമാണ്. ഈ കോഴ്സിന്റെ കോച്ചിങ് പരിശീലനം നൽകുന്ന സ്ഥാപനം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ, ആ മാനദണ്ഡങ്ങൾ പിന്തുടർന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ കോഴ്സ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്ന് പറയുന്നത് 2024 നവംബർ മാസം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഇതാണ്: സ്കിൽ കോഴ്സുകൾക്ക് സർട്ടിഫിക്കേഷൻ കൗൺസിൽ സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിന്റെ ടെക്സ്റ്റ് ബുക്കും ഗൈഡുമാണ്. ഇത് രണ്ടും കൂടിയും ചേർന്നതാണ്. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആണ്, നിർബന്ധമാണ്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്ത ഒരാളെയും ഫൈനൽ എക്സാം എഴുതാനായി അവർ ഫൈനലിസ്റ്റ് അപ്രൂവ് ചെയ്ത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ തരുന്നതല്ല. അത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല തീരുമാനിക്കുന്നത്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനുള്ള പേയ്മെന്റ് വന്നതിന്റെ ഡോക്യുമെന്റും, നിങ്ങളുടെ ഇൻവെന്ററിക്കകത്ത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെന്ററി രജിസ്റ്റർ ഉണ്ട്. ആ ഇൻവെന്ററി രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ നിന്ന് ഡിസ്ബേഴ്സ് ചെയ്തതിന്റെ ഡോക്യുമെന്റും, ഈ 2 ഡോക്യുമെന്റുകളും സമർപ്പിച്ചെങ്കിൽ മാത്രമേ, എല്ലാ 3 മാസം കൂടുമ്പോഴും RSDCA ഇൻസ്പെക്ഷൻ നമ്മുടെ ഓഫീസിൽ ഉണ്ടാകും. അതിന്റെ പേപ്പർ വർക്കുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഡോക്യുമെന്റ് സമർപ്പിച്ചാൽ മാത്രമേ, അങ്ങനെ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിനികളുടെ മാത്രമേ ഫൈനലിസ്റ്റ് അപ്രൂവ് ചെയ്തു വരികയുള്ളൂ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് കേൾക്കൂ.
നമ്മളിപ്പോ ഒരു ചേച്ചിയും അനിയനും ഒരു വീട്ടിൽ തന്നെയാണ് താമസം. അവര് രണ്ടുപേരും ഈ കോഴ്സിനകത്ത് ചേർന്നിട്ടുണ്ട്. രണ്ടുപേരും ചേർന്നിട്ടുണ്ട്. ചേച്ചിയും ചേർന്നിട്ടുണ്ട്, അനിയനും ചേർന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് പേരും നമ്മളിപ്പോ പറഞ്ഞ നിബന്ധന പ്രകാരം സ്റ്റഡി മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ടതുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയാമോ ആരെങ്കിലും? വാങ്ങേണ്ടതുണ്ട്. യെസ്, വാങ്ങേണ്ടതുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ക്ലാസ്സിനകത്ത് വരുന്നതിൽ ഒരുപാട് പേര് വേറെ ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ റെക്കമെൻഡേഷൻസിൽ വരുന്ന ആളുകള്, റെഫറൻസിലൊക്കെ വരുന്നവരാ. അനീറ്റി ഇവിടെ പഠിച്ചിട്ടുണ്ടാവും. അനീറ്റി പഠിച്ചിട്ടുള്ള അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് ഇതിന്റെ പേയ്മെന്റ് വന്നതും ഇൻവെന്ററിയിൽ ഇതിന്റെ ഡിസ്ബേഴ്സ്മെന്റ് നടന്നതും സമർപ്പിച്ചാൽ മാത്രമേ ഫൈനലിസ്റ്റിന്റെ അപ്രൂവൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സാറേ ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞത് കൊണ്ടോ, എന്റെ വീട്ടിൽ വേറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലോ, മാനുഷികമായി ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താനായിട്ട് പറ്റൂല. അത് ഞങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്കും ഗൈഡും ഉൾപ്പെടുന്ന ആ സ്റ്റഡി മെറ്റീരിയൽ പാക്കേജ് വാങ്ങിയിരിക്കേണ്ടതാണ്. അതിനകത്ത് ഗൈഡ് ഉണ്ട്. ആ ഗൈഡിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരായിക്കോളട്ടെ, റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരായിക്കോളട്ടെ, ഡോൺ വറി, ആ ഗൈഡ് മാത്രം പഠിച്ചാൽ മതി. ആ ഗൈഡിൽ ഉൾപ്പെടുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ആ ഗൈഡ് പൂർണ്ണമായും പഠിച്ചാൽ 100% മാർക്കും നിങ്ങൾക്ക് എക്സാമിന് വാങ്ങാനായി സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞ പച്ച മലയാളം. കേരളത്തിനകത്ത് വീടിന്റെ ഉമ്മറത്ത് നിന്ന് മുറ്റത്തോട്ട് കാലെടുത്ത് വെക്കാനായി സമയമില്ലാത്ത ഒരു ജീവിവർഗമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. വീട്ടിൽ വാപ്പക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ വാപ്പ ഓട്ടോറിക്ഷ ഓടിക്കലാണ്, സർക്കാർ ജോലിയാണ്, പച്ചക്കറിക്കട നടത്തുകയാണ് എന്നൊക്കെ നമ്മുടെ മക്കൾ ഉത്തരം പറയും. ഉമ്മാക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ ഉമ്മാക്ക് ഒരു പണിയും ഇല്ല എന്നും അതേ മക്കള് തന്നെ ഉത്തരം പറയും. ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള വീട്ടമ്മമാരുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് പണി കഴിഞ്ഞിട്ട് നേരം ഉണ്ടാ, വെളുപ്പിന് മുതൽ പച്ചപ്പാതിര വരെ നടുവൊടിഞ്ഞ് പണിയെടുക്കണം. വീടിനകത്ത് അലക്കുന്നത് ആര്? ഉമ്മ. ഭക്ഷണം പാചകം ചെയ്യുന്നത് ആര്? ഉമ്മ. റേഷൻ കടയിൽ പോണത് ആര്? ഉമ്മ. കടയിൽ പോണത് ആര്? ഉമ്മ. സൊസൈറ്റിയിൽ പൈസ അടക്കാൻ പോണത് ആര്? ഉമ്മ. മിറ്റം അടിക്കുന്നത് ആര്? ഉമ്മ. പാത്രം കഴുകുന്നത് ആര്? ഉമ്മ. ഇതെല്ലാം ചെയ്യുന്നത് ഈ ഉമ്മമാരും അമ്മമാരും ഒക്കെയാണ്. പക്ഷെ ആ വീട്ടമ്മമാർക്ക് പണിയില്ല എന്ന് ധരിച്ചു വെക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ കോഴ്സും അത് ചേർന്നിട്ടുള്ളത് വീട്ടമ്മമാരാണ്. മിറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ സമയമില്ലാത്ത ആളുകളാണ്. അപ്പോ അവർക്ക് ആ ഗൈഡ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ആ ഗൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് 100% മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. നമ്മുടെ കോഴ്സിനകത്ത് ഫുൾ മാർക്ക് മേടിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ഗൈഡ് നന്നായി പഠിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഗൈഡ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിൽ വിൻ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്യേണ്ടത് പ്രധാനമായിരിക്കും. ഓക്കെ, ഇതാണ് എനിക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രാഥമികമായിട്ടുള്ള ഒരു ഭാഗത്ത് പറയാനുള്ളത്. മറ്റൊന്ന് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 കാര്യങ്ങൾ, പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ, ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ കൂടിയിട്ടാണ് എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിനും സംശയത്തിനും മറുപടി പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ദിവസം കുറെ പേര് നിങ്ങളുടെ അനിയത്തിയോ ചേച്ചിയോ അയൽപക്കക്കാരനോ ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടാവുക. കുറെ പേര് ആദ്യമായിട്ട് സ്മാർട്ട് സീഡ് ഒരു പോസ്റ്റർ കണ്ടു. നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണമെന്നും ഒരു ജോലി വാങ്ങണമെന്നും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ കോഴ്സിന് അത് ചേർന്നിട്ടുണ്ടാവുക. അങ്ങനെ ചേരാൻ വേണ്ടി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് 80,000 രൂപയുടെയും 40,000 രൂപയുടെയും 35,000 രൂപയുടെയൊക്കെ പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 7,000 രൂപയുടെ ഒരു പോസ്റ്റർ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് വന്ന സമയത്ത് ആദ്യമായി നിങ്ങൾക്ക് തോന്നൽ എന്തായിരുന്നു? ഒന്ന് പറയാമോ ആരെങ്കിലും? ഭയങ്കര സന്തോഷമായിരുന്നു സാർ.
ഞാൻ ഒത്തിരി ഭയങ്കര ഒത്തിരി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒത്തിരി ബ്രാഞ്ചുകൾ ഞാൻ തിരക്കിയപ്പോൾ 50,000 രൂപ, 35,000 രൂപ, 40,000 രൂപ എന്നൊക്കെ കേട്ടു. ശരി എല്ലായിടത്തും ഇതെനിക്ക് മുടിഞ്ഞ ഫീസാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല. 7,000 രൂപ ആ അതെനി അതാണ് കള്ളം എന്റെ ചോദ്യം. പറയുന്നതാണോ? എന്റെ ചോദ്യം വരുന്നത് അവിടെയാണ്. പറഞ്ഞത് ഫർസാനയാണ്. ഫർസാന ഇല്ല സർ. വളരെ സന്തോഷമാണ്. ഫർസാനയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പി എന്നാണ് പറഞ്ഞത്. മറ്റൊരാൾ അതെ സർ. ദേവപ്രിയ ഹരിനന്ദന ഇവിടെ ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹാപ്പിയൊക്കെ ഹാപ്പി ആയിരുന്നു സർ. അല്ലാതെ പക്ഷെ വേറെ എന്തെങ്കിലും തോന്നിയിട്ടുള്ള നമ്മള് ആരെങ്കിലും ഉണ്ടോ? ഇത് ജെനുവിൻ ആയിരിക്കുമോ എന്ന് ഞാൻ ആദ്യം ആ ചിന്തിച്ചു. അതാണ് ആ പോയിന്റ് കിട്ടാനാണ് ഞാൻ ഞാനും ചോദിച്ചത്. ആലോചിച്ചു. ഞാൻ വിചാരിച്ചേ നിങ്ങൾ ഇത്രയും വലിയ നിഷ്കളങ്കരാണോ എന്ന് വിചാരിച്ചു. എനിക്ക് എന്ന് പ്രോബ്ലം വെച്ചാല് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാലേ ഞാൻ 80 ഒത്തിരി ആൾക്കാരുടെ ചോദിച്ചു സാർ, ഇത് ആ ജെനുവിൻ ആണോ? ആ 7,000 രൂപയ്ക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും 50,000, 40,000 എന്ന് പറഞ്ഞിട്ട് ഇത് 7,000 രൂപയ്ക്ക് നടത്തും എന്ന് പറയുമ്പോൾ അതെന്താണ് അത് ജെനുവിൻ ഇവന്മാർക്ക് ആണോ? ഉച്ചഭ്രാന്ത് എന്താന്ന് വിചാരിച്ചു അല്ലേ ഫർസാന? ഇവന്മാർക്ക് അത് മാനസികാർക്ക് എന്താണ് ഉച്ചഭ്രാന്ത് എന്താ? 80,000 രൂപക്ക് പഠിപ്പിക്കുന്ന കോഴ്സ്, 40,000 രൂപക്ക് പഠിപ്പിക്കുന്ന കോഴ്സ് 7,000 രൂപക്ക് പഠിപ്പിക്കണം. അപ്പോ ഇവർക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട് എന്നൊരു കൂട്ടർ ചിന്തിച്ചേക്കാം. മറ്റൊരു കൂട്ടർ ചിന്തിച്ചിട്ടുണ്ടാകുക ഇത് എന്താണ്, തട്ടിപ്പാണ്. ഒരു കാരണവും അല്ല, ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല, തട്ടിപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പോലും തിരക്കാനില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. സാർ ഞാനും ചോദിച്ചു, ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ചങ്കെടുത്ത് തുറന്ന് ഇപ്പോഴും കാണിച്ചാൽ ചോദിക്കുന്നുണ്ട് സർ. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതെ, എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സിലബസ് കണ്ടു കഴിഞ്ഞപ്പോ കറക്റ്റ് മനസ്സിലായി ഇത് തട്ടിപ്പായിട്ടുള്ള പരിപാടിയല്ല. കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോപ്പർ ചാനൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിന് നീഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തട്ടിപ്പല്ലെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഞാനൊന്നുകൂടി പറയാട്ടോ. അതായത് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ഹൃദയമില്ലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നതെന്നേ മുമ്പ് ഏതോ ഒരു തേപ്പ് കിട്ടിയ കാമുകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ കോഴ്സ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹമാകെ ആശങ്കയോട് കൂടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നത്. എനിക്ക് ഒരു ദിവസം 7 8 കോള് വരും. എന്തിനാണെന്നറിയോ? നിങ്ങൾ തട്ടിപ്പുകാരാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നേരിട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ, വിളിച്ചിട്ട് തട്ടിപ്പാണോ. അപ്പൊ ഇവരിങ്ങനെ കുത്തി ചോദിക്കും ഓരോരോ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ കുത്തല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ മറ്റൊരു കോഴ്സ് നടത്തുന്നുണ്ട്, മോണ്ടിസോറിയുടെ കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ. അപ്പോ അതിനും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഉണ്ട് കേട്ടോ. അതിന് 60,000 രൂപ 80,000 രൂപയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 12,000 രൂപയ്ക്കാണ്. എന്നെ മലപ്പുറത്ത് നിന്ന് ഒരു CI, ഞാൻ ആ സാറിനെ മറക്കൂല, ഷാരോൺ എന്നാണ് ആ സാറിന്റെ പേര്. മലപ്പുറത്താണ് അദ്ദേഹം അത് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനീതി ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് 1000 രൂപ അടച്ചു. അതിനുശേഷമാണ് ഈ സാറ് ഇത് അറിയുന്നത്. അപ്പോ അദ്ദേഹം CI ആണ്, പോലീസാണ്. അദ്ദേഹത്തിന് ഈ മോണ്ടിസോറിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 60,000 രൂപ ഒരു സ്ഥലത്ത് പഠിപ്പിക്കണില്ല കേരളത്തിനകത്ത്. കേരളത്തിലല്ല, ഇന്ത്യയിലെങ്കിലും പഠിപ്പിക്കൂല. 60,000 രൂപ താഴെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പഠിപ്പിക്കൂല. അവിടെയാണ് നമ്മൾ 12,000 രൂപക്ക് പഠിപ്പിക്കുന്നത്. സാറ് എന്നെ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനപ്പോ സാറ് ചോദിച്ച കാര്യങ്ങളൊക്കെ അപ്പൊ എന്നോട് പോലീസാണെന്നൊന്നും പറയണില്ല കേട്ടോ. പുള്ളി ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചു. പക്ഷെ എനിക്ക് ചോദ്യത്തിന്റെ ഒരു സ്വഭാവം കേട്ടപ്പോ പോലീസാണോ എന്ന് എനിക്ക് തന്നെ തോന്നി. നമുക്ക് പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. സാറ് അവസാനം വളരെ അത്ഭുതത്തോടു നിങ്ങൾ എങ്ങനെയാണ് സാർ ഇതിങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ സാർ അത് ഞങ്ങളുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ് എന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞു. ഓക്കെ, എന്താണ് ആ ട്രേഡ് സീക്രട്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയോ? ബാക്കിയുള്ള ആളുകൾ 80,000 രൂപക്ക് പഠിപ്പിക്കുന്നു. അവർ 80,000 രൂപക്ക് പഠിപ്പിക്കുന്ന സർവീസിൽ നിന്ന് വ്യത്യസ്തമായി അവരാരും കൊടുക്കാത്ത പോലുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയോ TV വെക്കുന്ന പോലെയാ. മുമ്പ് രാജേശ്വരി മോഹനും ഇവരൊക്കെ, ഇപ്പൊ നമ്മുടെ ആരാണ്, നിഷ പുരുഷോത്തമൻ, സ്മൃതി പരുത്തിക്കാടൊക്കെ വാർത്ത വായിക്കൂലേ, അതുപോലെ ഒരു യൂട്യൂബ് വഴി ഒരു ലൈവ് ക്ലാസ്. സംശയങ്ങളൊന്നും ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ അങ്ങനെയുള്ള സംവിധാനത്തിലല്ല ഇത് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നത്. നമ്മുടെ സിലബസ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ എത്രത്തോളം ഡെഡിക്കേഷൻ എടുത്ത് എത്രത്തോളം പെയിൻ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ വിദ്യാർത്ഥി തരുന്ന ഓരോ 1000 രൂപയിലും ഓരോ 1 രൂപയിലും നിങ്ങളുടെ അധ്വാനത്തിന്റെ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ, നിങ്ങളുടെ വിയർപ്പിന്റെ വിലയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം.
ഈ സ്ഥാപനത്തിന് സ്മാർട്ട് സിറ്റിക്ക് 2 ഫൗണ്ടർമാരാണുള്ളത്. ഒന്ന് ഞാനാണ്, എന്റെ പേര് ജയദേവ് എന്നാണ് പറഞ്ഞല്ലോ. മറ്റൊരാൾ സിൻരാജ് എന്ന് പറയുന്ന സാറാണ്. ഞങ്ങൾ രണ്ടുപേരും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പണിക്ക് പോവുകയും രാത്രി ഇരുന്ന് PSC കോച്ചിങ് ക്ലാസ്സും അതും ഇതൊക്കെ പഠിച്ച് അങ്ങനെ വന്ന ആളുകളാണ്. അപ്പോ ഞങ്ങൾ ഈ കോച്ചിങ് ക്ലാസ്സിലും ഇതിലേക്ക് ഇരുന്ന് പഠിക്കാൻ പൈസ ഇല്ലാത്തതിന്റെ, പണമില്ലാത്തതിന്റെ പെയിൻ അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഞങ്ങളിപ്പോ അതിൽ ഉണ്ടായൊരു വൈരുദ്ധ്യം എന്താന്ന് വെച്ചാല്, ഞങ്ങളിപ്പോ ജോലി കിട്ടിയിട്ട് രണ്ടുപേരും ജോലി രാജിവെച്ചിട്ട് ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വന്നത് 7,000 രൂപ ഫീസ്. അപ്പൊ നിങ്ങൾ 80,000 രൂപയുടെ കോഴ്സ് ഫീസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ അവര് വിളിക്കും. ആര് വിളിക്കും? ഈ 80,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ ഇങ്ങനെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, 7,000 രൂപ ഫീസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അവര് പറയാൻ സാധ്യതയുള്ള 2-3 ഡയലോഗുകൾ ഒന്ന് പറയാമോ? വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ, വലിയ ഫീസിനെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ടല്ലോ, അവര് നിങ്ങളോട് പറയാൻ സ്മാർട്ട് സിറ്റിയിൽ 7,000 രൂപക്ക് ചേർന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വന്നൊരു കാര്യം സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല. ഓക്കെ, ആ പോയിന്റ് കിട്ടാനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഒന്നത്. പിന്നെയോ വേറെ എന്തെങ്കിലും ഉണ്ടോ? സർട്ടിഫിക്കറ്റ് കാര്യം. എന്റെ വീടിനടുത്ത് തോമനാശാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തോമനാശാൻ എല്ലാ ദിവസവും ഈ അവരുടെ കലങ്കുണ്ട്, ഈ കലങ്കുമ്പോ കയറിയിരിക്കും. അപ്പൊ പണ്ട് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. കല്യാണാലോചനക്കൊക്കെ ദൂരെ നാട്ടിൽ നിന്ന് ആളുകൾ നാട്ടിൽ വന്ന് അന്വേഷിക്കണം. ഇപ്പൊ 2 പേര് വന്നാക്കിയാണ്. ആ രാജേഷിന്റെ വീട് അറിയോ നിങ്ങൾ? രാജേഷിനെ തോമനാശാനോട് ചോദിക്കരുത്. തോമനാശാനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ തന്നെ തോമനാശാന് കാര്യം മനസ്സിലായി. എന്തൊരു കല്യാണാലോചന ഇതെന്ന് മനസ്സിലായി. തോമനാശാൻ വേറൊന്നും പറഞ്ഞില്ല. രാജേഷിനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പോലും തോമനാശാൻ പറഞ്ഞില്ല. തോമനാശാൻ ഇത്രയും പറഞ്ഞോളൂ, അവനെ കുറിച്ച് ഞാൻ ഇനി പറഞ്ഞിട്ട് വേണം, ഇത്ര മാത്രം പറഞ്ഞോളൂ. മനസ്സിലായി? അത് കേട്ടപ്പോ തന്നെ ഈ വന്നാക്കാർക്ക് കാര്യം മനസ്സിലായി. രാജേഷ് എന്ന് പറയുന്നത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു തല്ലുകൊടുത്തക്കാരാണെന്ന് മനസ്സിലായി. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിൽ വരുന്ന ഒരു സാധനമാണെന്ന്. ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങള് നമ്മള് പ്രത്യക്ഷത്തിൽ വാക്കുകൊണ്ട് തന്നെ വാചികമായി പറയണ്ട, നമുക്കല്ലാതെ തന്നെ നമ്മുടെ തലച്ചോറിൽ ചിലത് കത്തും. ഓക്കെ, അപ്പോ അതുപോലെയാണ് ഇവരിങ്ങനെ പറയും. എന്ത് പറയും? നിങ്ങൾ ചേർന്ന കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടി അന്വേഷിച്ചേക്കട്ടാ. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ പടച്ചോനെ പണി പാളിയാ. എന്താണ് സർട്ടിഫിക്കറ്റ്? വാല്യൂ ഉള്ളതായിരിക്കില്ലേ? അത് ശരിയാണല്ലോ. ബാക്കിയുള്ള എല്ലാവരും 40,000 രൂപക്കും 80,000 രൂപക്ക് പഠിപ്പിക്കുന്നത്, ഇവര് 7,000 രൂപക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ വല്ല സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇവരെ കുറുക്ക് തോണ്ടി തിന്നാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു പോയേക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ്. ഓക്കെ, ആവശ്യമല്ലേ? സർട്ടിഫിക്കറ്റിന്റെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അതിലോട്ട് കിടക്കാം നമുക്ക്. അപ്പോ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് പറയാം ആരെങ്കിലും? നിങ്ങളോട് PROമാര് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ, ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണെന്ന്. കമോൺ ഗൈസ്, ആരുമില്ലേ ഗൈസ്? നമ്മുടെ സർട്ടിഫിക്കറ്റ് അറിയൂല. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിച്ച് കേട്ടോട്ടാ. നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് അറിയാമോ? ഗവൺമെന്റ് അപ്രൂവ്ഡ് നിമ്മി സന്തോഷ്. ഓക്കെ, അത് മാത്രാണോ? പിന്നെയോ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുടെ പേരുകൾ അറിയാമോ? ഓർമ്മയിലുണ്ടോ ആരുടെയെങ്കിലും? ഏതെങ്കിലും? NCERT. NCERT. ഓക്കെ, ഗുഡ്. മറ്റൊരെണ്ണം പറഞ്ഞേ. ഓർമ്മയിലില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങളുടെ തലച്ചോറി കിടക്കുന്നുണ്ട്, അത് കുത്തിയൊന്നും പുറത്തേക്ക് വരാത്തതാണ്. BSS കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഭാരത് സേവക് സമാജ്. കേട്ടിട്ടില്ലേ? ഓക്കെ, റൈറ്റ്. ഭാരത് സേവക് സമാജ്.
ഫാർമസി അസിസ്റ്റന്റ് അല്ലേ? യെസ്. ഫാർമസി അസിസ്റ്റന്റ് അല്ലേ? അതെ, അതെ. ഓക്കെ, ഞാൻ പറയാം. ഇന്ത്യക്കകത്ത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സുകള് 3 തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തേത് UGC സർട്ടിഫിക്കറ്റ് നൽകുന്ന കോഴ്സുണ്ട്. രണ്ടാമത്തേത് സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ നടത്തുന്ന കോഴ്സുണ്ട്. UGC നടത്തുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രധാന സബ്ജക്റ്റ് ആയി പഠിപ്പിക്കുന്ന ഡിഗ്രി കോഴ്സുകളാണ്. നിലവിലുള്ള ഡിഗ്രി ഘടന പ്രകാരം 4 വർഷത്തെ കോഴ്സുകളാണ്. 4 വർഷം പഠിക്കണത്. 4 വർഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്ന ഡിഗ്രി കോഴ്സുകളുണ്ട്. അത് ഇന്ത്യക്കകത്ത് പ്രധാനമായും നടത്തുന്നത് ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. അത് പഠിച്ചിറങ്ങുന്നതിന് 5 ലക്ഷം രൂപയിൽ താഴെ ഫീസ് വരും. മൊത്തം 8 സെമിസ്റ്റർ ആണ്. ഓക്കെ, അത് UGC സർട്ടിഫിക്കറ്റാണ്. UGC സർട്ടിഫിക്കറ്റ് ഈ 3+1 ഇപ്പൊ 4 വർഷത്തെ ഡിഗ്രി ആണല്ലോ. 4 വർഷത്തെ ഡിഗ്രിക്കാർക്കാണ് UGC സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതല്ലാതെ സ്കിൽ കോഴ്സ് ആയിട്ടാണ് പിന്നെ പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്നത്. സ്കിൽ കോഴ്സ് ആയിട്ട് പഠിപ്പിക്കുന്നതിനകത്ത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് നമ്മളുടെ സർട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും 2-3 സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് നാഷണൽ ലെവലിൽ, അതായത് ദേശീയ തലത്തിൽ. ദേശീയ തലം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജ്യാന്തര അതിർത്തിക്കകത്ത് ഉള്ള പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ. ഒരെണ്ണാണ് നേരത്തെ പറഞ്ഞ NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. രണ്ടാമത്തെ ഒരു സാധനമാണ് BSS, ഭാരത് സേവക് സമാജ്. മൂന്നാമത്തെ ഒരു സാധനമാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. RSDCA എന്താണ്? 7 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് അല്ല, 7 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് അത് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് MOFA അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശ കാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് ISO സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനകത്ത് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. കുറുക്ക് കൊണ്ട് തിന്നാനുള്ള പേപ്പർ പോലെയല്ല നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 80,000 രൂപയുടെ കോഴ്സ് പഠിപ്പിക്കുന്ന ആളുകളും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. 40,000 രൂപയുടെ ഫീസിൽ പഠിപ്പിക്കുന്ന ആളുകളും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപൂർവം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് നിങ്ങളെടുത്ത് പരിശോധിച്ചോട്ടോ. ഇതെല്ലാം നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോമിൽ, ജനറൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് കോണിൽ പോയാലും അവിടെയുള്ള എംപ്ലോയർക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത അവിടെ ഇരുന്ന് പരിശോധിക്കാൻ പറ്റും. നിങ്ങൾ ആഫ്രിക്കയിലാണ് പോണെന്ന് വിചാരിക്കുക. അവിടുത്തെ എംപ്ലോയർക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമ്മൾ ഗൂഗിൾ പേ സ്കാൻ ചെയ്യുന്നത് പോലെ ഈ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഇത് പോകുന്നത് നേരെ ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു നമ്പർ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റിലെ നമ്പർ ഇപ്പൊ 2255 അതാണ് നമ്പർ എങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന കോളത്തിൽ ആ വെരിഫിക്കേഷനിൽ ചെന്നിട്ട് ആ വെബ്സൈറ്റിൽ ചെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഇങ്ങനെ വരുന്നു. ഇപ്പൊ അർച്ചനയുടെ സർട്ടിഫിക്കറ്റ് ആണ്, ക്രിസ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്, നമിതയുടെ സർട്ടിഫിക്കറ്റ് ആണ് ആ നമ്പർ എങ്കിൽ നമിതയുടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ, ക്രിസ്റ്റിയുടെ ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ കോപ്പി സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് കാണാനായി പറ്റും. എന്നാണ് ഈ കോഴ്സ് ചെയ്തത്, എത്ര മാസമാണ് ഈ കോഴ്സ്, ഈ കോഴ്സിന്റെ സിലബസ് എന്തായിരുന്നു,
ഈ കാര്യങ്ങൾ മുഴുവനും ആധികാരികമായി പരിശോധിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്ന എംപ്ലോയർക്ക് സാധിക്കും. അതാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ. അടുത്തത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ ടൂറിസ്റ്റുകളായോ വർക്കേഴ്സ് ആയോ എംപ്ലോയീസ് ആയിട്ടോ സ്റ്റുഡൻസ് ആയിട്ടോ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമാണ്. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റിന് കിട്ടും. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷനില് അത് കിട്ടുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിന്. വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് അല്ല. അടുത്തത് മോഫ് അറ്റസ്റ്റേഷൻ. വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യയുടെ ഒരു ഹോം മിനിസ്ട്രി ഉണ്ട്. ഓക്കെ, വിദേശകാര്യ മന്ത്രാലയം ഫോറിൻ അഫയേഴ്സിന്റെ മിനിസ്ട്രിയാണ്. അവരുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സും +2 ഒക്കെ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുമല്ലോ. ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. RSDCA സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് ഈ എക്സാമിനോടൊപ്പം ഈ കോഴ്സിനോടൊപ്പം തികച്ചും സൗജന്യമായാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തികച്ചും സൗജന്യമാണ്. 1 രൂപ പോലും സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രത്യേകമായി തരേണ്ടതില്ല. പക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വിദേശത്തേക്ക് ജോലി നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. വിദേശ രാഷ്ട്രങ്ങളിൽ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. പിന്നെ അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന ഒരു 140-ലേറെ ലോകരാഷ്ട്രങ്ങളുടെ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൗൺസിലാണത്. അപ്പൊ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നവർ വാങ്ങേണ്ട സർട്ടിഫിക്കറ്റ് ആണ് SDC സർട്ടിഫിക്കറ്റ്. അതിന് ഡിപ്ലോമ വിദ്യാർത്ഥികൾ പ്രത്യേകമായി 1500 രൂപ അടക്കണം ആവശ്യമുണ്ടെങ്കിൽ. ആവശ്യമില്ലെങ്കിൽ 5 പൈസ അടക്കേണ്ടതില്ല. PG വിദ്യാർത്ഥികളാണെങ്കിൽ 1800 രൂപ അടക്കണം. SDC സർട്ടിഫിക്കറ്റിന് 1800 രൂപ അടക്കണം. 1500 രൂപ ഡിപ്ലോമ വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികൾ 1800 രൂപയും അടക്കണം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല, വിദേശത്തേക്ക് പോകാൻ താല്പര്യമില്ല. ഞാനും കൊച്ചാട്ടനും കൂടി വൈകുന്നേരം ഒന്ന് റോട്ടിൽ കൂടെ ഒന്ന് നടക്കാൻ പോകും, അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുകും, വൈകുന്നേരം വന്ന് ഷേണായുടെ കടയിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ച് വീട്ടിൽ വന്ന് മക്കളോടൊപ്പം സുഖമായിട്ട് കിടന്നുറങ്ങും. ഈ നാട്ടിൽ തന്നെ ഉത്സവം കണ്ട് പെരുന്നാള് കണ്ട് പുഴയിൽ കുളിച്ച് ഈ നാടിന്റെ ഗൃഹാതുരത്വത്തിൽ അഭിരമിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. വിദേശത്തേക്ക് പോകാൻ ഒരു പ്ലാനും ഇല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് SDCയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടില്ല, വാങ്ങാൻ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലത്തെ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞു. കുറച്ച് സാമ്പത്തിക പ്രയാസം വന്നു. അപ്പോഴാണ് നാത്തും വിളിക്കുന്നത്, എടി ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഒന്ന് ഇങ്ങടേക്ക് പോരി എന്ന് പറയുമ്പോൾ അന്നേരം നിങ്ങൾ SDC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നടന്നാൽ അന്നേരം കിട്ടൂല. അല്ലെ, അത് മാത്രല്ല പ്രശ്നം. അന്നേരം നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ 1 വർഷം മുമ്പാണ് നിങ്ങളുടെ കോഴ്സ് കഴിയുന്നത്. RSDCയുടെ സർട്ടിഫിക്കറ്റ് ഒരു ഡേറ്റും SDCയുടെ സർട്ടിഫിക്കറ്റ് വേറെ ഒരു ഡേറ്റും ആയിരിക്കും ഇഷ്യൂയുടെ ഡേറ്റ്. അത് നിങ്ങളുടെ എംപ്ലോയറുടെ മുന്നിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തകർത്ത് കളയുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എക്സാമിന്റെ സമയത്ത്, ഈ എക്സാം ഫീസ് അടക്കുന്ന സമയത്താണ് ഇതിന്റെയൊക്കെ പൈസ അടക്കേണ്ടത്. അത് SDC സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർ, ഭാവിയിൽ വിദേശത്തേക്ക് പോകാൻ സാധ്യതയുള്ളവർ മാത്രം ഇപ്പോഴേ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കേണ്ടതാണ്. അതിന് പ്രത്യേകം പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പിന്നെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം കഴിഞ്ഞു, എക്സാമിന്റെ കാര്യം കഴിഞ്ഞു, ഫീസിന്റെ കാര്യം പറഞ്ഞു, കോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി പ്രധാനമായും 2 ഭാഗങ്ങൾ കൂടിയാണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ പോയിരിക്കുമ്പോൾ ഈ നാടകത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാടകത്തിന്റെ അനൗൺസ്മെന്റ്? നാടകം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അനൗൺസ്മെന്റ് ആരെങ്കിലും ഓർമ്മയിലുണ്ടോ? ഒന്ന് പറയാമോ? നിങ്ങൾ ആരും നാടകം കണ്ടിട്ടില്ലേ? അമ്പലത്തിലും പള്ളിയിലൊന്നും പോയിട്ട് ഇല്ലേ? അഭിമന്യ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന
ചങ്ങനാശ്ശേരി പ്രതിഭയുടെ 19ാമത് നാടകം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. കേട്ടിട്ടില്ല? അങ്ങനെ കേട്ടിട്ടില്ലേ? ഈ വേദിയിലേക്ക് കടന്നു വരാവുന്ന എല്ലാ ദൈവവിധാനങ്ങളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരു കേട്ടിട്ടില്ല, ഫർസാന നാടകം കണ്ടിട്ടില്ല, അതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ ഈ അമ്പലപ്പാടത്തും പള്ളിപ്പറമ്പിലൊക്കെ നടക്കുക. ഓക്കെ, അപ്പോ അതുപോലെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സാധനം എന്താണ്? ഏതാണ്? ഒന്ന് പറഞ്ഞേ. ആകാംക്ഷയോടെ ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള കാര്യം. കമോൺ കമോൺ ഗൈസ്. ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ്, അതാണ് പ്രധാനമായും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. യെസ്, പ്ലേസ്മെന്റ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ വീടിനടുത്ത് തന്നെയുള്ള മറ്റ് രണ്ടുപേരെ, ഞാൻ തോമനാശാനെ പരിചയപ്പെടുത്തി നിങ്ങളെ. ഇനി അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശങ്കരൻ ചേട്ടനെയും മേരി ചേച്ചിയുമാണ്. രണ്ടുപേരും നടത്തുന്നത് ഒരു പച്ചക്കറി കടയാണ്. ശങ്കരൻ ചേട്ടന്റെ പച്ചക്കറി കടയിൽ 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ ആയിട്ട് കിട്ടും. 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ശങ്കരൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു 50 മീറ്റർ കൂടി മുന്നോട്ടേക്ക് പോയാലാണ് മേരി ചേച്ചിയുടെ കട. മേരി ചേച്ചിയുടെ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ, 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ. മേരി ചേച്ചിയുടെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 50 രൂപ, 1 കിലോ ക്യാരറ്റ് മേടിച്ചാലും 50 രൂപ. രണ്ടും ഒന്നു തന്നെയാണോ? കമോൺ ഗൈസ്, ആം ഐ ഓഡിബിൾ? കേൾക്കുന്നില്ലേ? പടച്ചോനെ, കേൾക്കണില്ലേ ഞാൻ പറയുന്നത്? രണ്ടിന് റേറ്റ് ഒന്നല്ലേ? രണ്ടിന് റേറ്റ് ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും നിങ്ങൾ ശങ്കരൻ ചേട്ടന്റെ കടയിലെ മാത്രം പരസ്യവാചകമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ക്യാരറ്റിന്റെ വിലയെ കുറിച്ച് ഒരു ധാരണയില്ല, ബീറ്റ്റൂട്ടിന്റെ വിലയെ കുറിച്ച് ഒരു ധാരണയില്ല. 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താ? നമ്മള് മേടിക്കും. നമുക്കൊരു സന്തോഷം തോന്നും. ആ കൊള്ളാലോ, 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു അല്ലേ എന്ന് നമുക്ക് തോന്നും. മേരി ചേച്ചിയുടെ കടയിൽ ചെല്ലുമ്പോൾ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. രണ്ടും ആസ് ബൈ റിസൾട്ട് ഇറ്റ്സ് സെയിം. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ പറയുന്ന രീതിക്കകത്ത് ഒരു വലിയ പ്രശ്നം അല്ലേ? ഞാനിത് പറയാൻ കാരണം പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ തട്ടിപ്പുകളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ കേട്ടിട്ട് നിങ്ങളൊന്നും പറയണം കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഒരുപാട് പേര് ചെറുപ്പക്കാര് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. മുമ്പത്തെ ചെറുപ്പക്കാര് ഡിഗ്രി പഠിച്ചിരുന്ന പോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അധികം ഡിഗ്രിക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ് ഒക്കെ ചെയ്ത് എത്രയും വേഗം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്ന് ആളുകളുടെ ജീവിത കാഴ്ചപ്പാടുകളും സാമൂഹിക വീക്ഷണങ്ങളും മാറി. അപ്പോ ഒരുപാട് പേര് തൊഴിൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജോബ് കോഴ്സുകൾ, സ്കിൽ കോഴ്സുകൾ പഠിക്കാൻ ചേരുന്നു. പഠിക്കാൻ ചേരുന്ന ആളുകളുടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രധാനപ്പെട്ട കാര്യം. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ അഡ്മിഷൻ കിട്ടണം. കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ അഡ്മിഷനെ അട്രാക്റ്റീവായി അവതരിപ്പിക്കാൻ പറ്റണം. അട്രാക്റ്റീവായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള പരസ്യവാചകങ്ങൾ ഉണ്ടായിരിക്കണം. മോഹൻലാൽ പറഞ്ഞ കേട്ടിട്ടില്ലേ? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പു, ഒരാവശ്യവുമില്ലാത്തവനും ഗോൾഡ് കൊണ്ടുവന്ന് പണയം വെക്കാൻ തോന്നുന്നു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ? ആ പരസ്യവാചകത്തിന്റെ ഒരു സ്വാധീനമാണത്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പു എന്ന് കേൾക്കുമ്പോ നമുക്ക് ആദ്യം തന്നെ, മുമ്പ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം മേടിച്ചവൻ ഇപ്പോ നേരെ കൊണ്ടുവന്ന് ഗോൾഡ് പണയം വെച്ച് പൈസ ഉണ്ടാക്കും. അതാ പരസ്യത്തിന്റെ സ്വാധീനം. അതുപോലെ പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ഒരു സ്ഥാപനത്തിന്റെ പരസ്യം കേട്ടോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. 80,000-നും 50,000-ത്തിനൊക്കെ പഠിപ്പിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പരസ്യമാണ്. പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു? അതിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് തോന്നും. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? അവിടെ പഠിച്ചാല് 100% 100% പ്ലേസ്മെന്റ്
ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഉടൻ തന്നെ 10,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, 8,000 രൂപ അടച്ചാൽ മതി. നമ്മൾ നമ്മുടെ ഖാദിക്ക് എടുക്കണ കാപ്പവന്റെ കമ്മല് കൊണ്ടുവന്ന് പണയം വെച്ച് 8,000 രൂപ കൊണ്ടുവന്ന് അടച്ചു. എന്താ കാരണം? 6 മാസം കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാണെന്ന് എന്നാണ് അവര് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ. ശങ്കരൻ ചേട്ടൻ പറഞ്ഞത് എന്താണ്? 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 100 രൂപ, 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 100 രൂപ. 1 കിലോ ബീറ്റ്റൂട്ടിന് ക്യാരറ്റ് ഫ്രീ, 1 കിലോ ക്യാരറ്റിന് ബീറ്റ്റൂട്ട് ഫ്രീ. മേരിച്ചേച്ചി പറഞ്ഞതോ? മേരിച്ചേച്ചി പറഞ്ഞത് വേറൊരു രീതിയിലാണ്. സ്മാർട്ട് സെയിലിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞത് 100% പ്ലേസ്മെന്റ് എന്നല്ല, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? എനിബഡി? ആരെങ്കിലും ഉണ്ടോ മറുപടി പറയാൻ? ഒന്ന് പറയാമോ? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഒന്ന് പറയോ? പ്ലേസ്മെന്റിനെ സഹായിക്കുന്നതാണ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ജോലി മേടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്ത് കിട്ടുമെന്നാണ്. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ തോന്നല് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പായിട്ടും നമുക്ക് ജോലി മേടിച്ച് തരും എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഉദാഹരണ സഹിതം വിശദമായിട്ട് പറഞ്ഞത്. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നത് ഫ്രോഡുലന്റായ, തെറ്റായ, വഞ്ചനാപരമായ ഒരു വാഗ്ദാനമാണ്. സ്മാർട്ട് ശ്രീ വഞ്ചനാപരമായ ഒരു വാഗ്ദാനം നൽകി ഇല്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം നൽകി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. അതുകൊണ്ടാണ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതും രണ്ടും ഒന്നു തന്നെയാണ്. അവര് പ്ലേസ്മെന്റ് അല്ല കൊടുക്കുന്നത്, അവര് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആ കൊടുക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് തെറ്റായിട്ടാണ്. ശങ്കരേട്ടൻ പറഞ്ഞതുപോലെ ബീറ്റ്റൂട്ടിന് ക്യാരറ്റ് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവർ ആ കാര്യം അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ആര് മേടിച്ചു തരുന്നു? അവരുടെ പ്ലേസ്മെന്റ് ടീം മേടിച്ചു തരുന്നു. എങ്ങനെയാ മേടിച്ചു തരുന്നത്? വായോ എന്ന് പണ്ട് നിങ്ങളുടെ കയ്യുമ പിടിച്ചിട്ട് ഈ കുട്ടിക്ക് ജോലി കൊടുത്തേക്കൂ എന്ന് പണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് നാക്കി തരികയാണോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യുന്നത്? അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? അവർക്കൊരു പ്ലേസ്മെന്റ് ടീം ഉണ്ട്. സ്മാർട്ട് ശ്രീക്കും ഒരു പ്ലേസ്മെന്റ് ടീം ഉണ്ട്. അവരുടെ പ്ലേസ്മെന്റ് ടീം കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആശുപത്രികളുമായി കോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ടൈഅപ്പ് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലുകളിലെ വേക്കൻസികൾ എടുക്കുന്നു. സ്മാർട്ട് ശ്രീയുടെ പ്ലേസ്മെന്റ് ടീമും ഇതേ കാര്യം ചെയ്യുന്നു. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് അവരുടെ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ആ വിവരം, അവിടെ ഇന്റർവ്യൂ നടക്കുന്ന വിവരം നമ്മുടെ വിദ്യാർത്ഥിനികളെ അറിയിക്കുന്നു. ആരറിയിക്കുന്നു? ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ അറിയിക്കുന്നു, ഞങ്ങളും അറിയിക്കുന്നു. ഇന്റർവ്യൂ നടക്കുന്നത് ഇത്രാം തീയതി, ഇന്റർവ്യൂ സമയം ഇത്ര. ഈ വിവരം അവരറിയിക്കുന്നു, ഞങ്ങളും അറിയിക്കുന്നു. ഇന്റർവ്യൂവിന് ആര് പോകുന്നു? ഈ വിദ്യാർത്ഥിനി പോകുന്നു, ഈ വിദ്യാർത്ഥി പോകുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് ഈ വിദ്യാർത്ഥിയുടെ ഒപ്പം കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ മാത്രമാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൾക്ക് കയറി ചെല്ലാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് കടന്നു ചെല്ലേണ്ടത് ആര്? നമ്മൾ. അവരഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് തുടങ്ങേണ്ടത് ആര്? നമ്മൾ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായും ആശയനിബദ്ധമായും മറുപടി പറയേണ്ടത് ആര്? നമ്മൾ. കൈകൾ എങ്ങനെ വെക്കണം? ഐ കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം? ഇത് തീരുമാനിക്കേണ്ടത് ആര്? നമ്മൾ തീരുമാനിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവിടെ ജോലി ലഭിക്കുന്നത്. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജോലി മേടിച്ചു തരണ്ടേ? അവർ ഇന്റർവ്യൂ അല്ലല്ലോ സെറ്റ് ചെയ്ത് തരേണ്ടത്. ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ അത് 100% പ്ലേസ്മെന്റ് അല്ലാന്നേ, അത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണെന്നേ. ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാ. ഞങ്ങൾ ഈ ഹോസ്പിറ്റലുകളുടെ വേക്കൻസികൾ നിങ്ങളെ അറിയിച്ച് നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടും.
ആ ഇന്റർവ്യൂവിൽ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആളാരാണോ ആ ആൾക്കാണ് ജോലി കിട്ടുക. ഒരു ഇന്റർവ്യൂവിൽ അവിടെ ഹോസ്പിറ്റലിൽ 5 വേക്കൻസി ഉണ്ട്. അവിടെ 50 പേര് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടാവും. എത്ര പേർക്ക് ജോലി കിട്ടും? 5 പേർക്കല്ലേ ജോലി കിട്ടുള്ളൂ. ആ 5 പേരെ ആ ഇന്റർവ്യൂ ബോർഡ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലേ അല്ല. ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും മികച്ച എംപ്ലോയിയെ കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച എംപ്ലോയിയെ കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് എന്ത്? ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ മികവുറ്റയാളാണ് എന്ന്. ഒരു പെർഫോമൻസും ഇല്ലാത്ത ഒരാളെ ഇന്റർവ്യൂ ബോർഡ് ജോലിക്കെടുക്കും. അപ്പോ അവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. നിങ്ങളുടെ ഫോൺ വിളിച്ചിട്ടുള്ള ഒരു ശബ്ദം മാത്രമാണ് അവർ കേട്ടിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരി. നിങ്ങളുടെ ഐക്യു ലെവൽ എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ ഈക്വു ലെവൽ എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല. നിങ്ങളെ കുറിച്ച് ഒരു കിണ്ടിയും അറിയില്ല. ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ഓഫർ പറയാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് 100% പ്ലേസ്മെന്റ്. കുറെ പാവപ്പെട്ടവർ അത് കേട്ടിട്ട് ഈ വലിയ ഫീസിന്, ഈ വലിയ ഫീസ് മേടിക്കുന്ന ആൾക്കാരാണ് ഇത് പ്രധാനമായും പറയുന്നത്. 90,000, 80,000, 70,000 ഒക്കെ മേടിക്കുന്ന ആൾക്കാർ അവരൊരു വർഷത്തില് 10 അഡ്മിഷൻ എടുക്കുമ്പോൾ 8 ലക്ഷം രൂപ കിട്ടും. 80,000 രൂപ വെച്ചിട്ട്. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ഓഫറാണ്. ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റായ ഓഫർ തരാനായിട്ട് തയ്യാറല്ല. ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നമ്മുടെ പ്ലേസ്മെന്റ് ടീം, നമുക്ക് സുസജ്ജമായ ഒരു പ്ലേസ്മെന്റ് ടീം ഉണ്ട്. അവർ ഓരോ ദിവസവും രാവിലെ ഒടിയിട്ട് കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിൽ നിന്നും ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുക. വേക്കൻസികളുടെ, ഇന്റേൺഷിപ്പിന്റെ. അത് നമ്മുടെ ഗ്രൂപ്പുകളോട്ട് ഇട്ട് കൊടുക്കും. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് തിരുവനന്തപുരത്ത്, കോഴിക്കോടുള്ളവർക്ക് കോഴിക്കോട്. അത് ഇട്ട് കൊടുത്തിട്ട് പരമാവധി എല്ലാവർക്കും ജോലി വാങ്ങിക്കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഇന്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്യണം. നിങ്ങൾ ഇതിൽ പഠിക്കാൻ കയറിയാക്കുന്ന ഒരു കണക്കിനാണ്. 5 വർഷവും 6 വർഷവും 8 വർഷവും ഒക്കെ ബ്രേക്ക് എടുത്തിട്ടാണ് എനിക്ക് ചിലപ്പോൾ ചില കുറെ പേരൊക്കെ വന്നിട്ടുണ്ടാകുക. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പൂത്തുമ്പികളെ പോലെ മാറി നടന്നിരുന്ന ആളുകളാണ്. കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് പൂത്തുമ്പിയുടെ 2 ചെറുകം കട്ട് ചെയ്ത് കളഞ്ഞു. അടുക്കള ചുവരുകൾക്കകത്ത്, വീടിന്റെ ചുവരുകൾക്കകത്ത് ഉത്തരവാദിത്വത്തിന്റെ വലിയ കാര്യം തലയിൽ എടുത്ത് വെക്കേണ്ടി വന്നു. ഇപ്പോ ഡെലിവറി കഴിഞ്ഞു, അമ്മായിയച്ഛന്റെയും അമ്മായിയമ്മയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലായിരിക്കും ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാകുക. ഈ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക തന്നെ ഉണ്ടാവും കുറെ പേർക്ക്. മനസ്സിലായ? അവരോടാണ് നമ്മൾ ഇന്റർവ്യൂവിൽ ജയിക്കേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് ക്ലാസ് വേണം. അപ്പോ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ, ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ളതിന്റെ പ്രൊഫഷണൽ ക്ലാസ്, പ്രൊഫഷണൽ ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. അത് ഈ കോഴ്സ് കഴിയുന്ന സമയത്താണ്. കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ് തരും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരും. എങ്ങനെയാണ് ക്ലാസ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്? കല്യാണത്തിന് പോണ പോലെയാണോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്? ആണോ? കല്യാണത്തിന് പോണ പോലെയാണ് ഇന്റർവ്യൂവിൽ പോകേണ്ടത്? അല്ലേ അല്ല. ഇന്റർവ്യൂവിൽ പോകുന്ന ഡ്രസ്സിങ് സ്റ്റൈല് വേറെയാണ്. കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സിങ് സ്റ്റൈല് വേറെയാണ്. അല്ലേ? അവിടെ എല്ലാവർക്കും ഒരു എൻട്രി നമുക്ക് കിട്ടണം. നിങ്ങൾ കല്യാണം വീട്ടിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഈ മഹാഭാരതവും രാമായണവും കാണുമ്പോഴേ അതിനകത്തുണ്ട്. അത് ഈ രാജാക്കന്മാരുടെ ഇടത് കയ്യിൽ ഈ കൈ ഇങ്ങനെ അവർ പൊക്കി പിടിച്ചാക്കിയായിരിക്കും. എന്താ കാരണം എന്ന് അറിയോ? എന്താ കാരണം? അവർക്ക് രാജാക്കന്മാരുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷോൾ ഉണ്ടാവും. ഈ ഷോളിന്റെ ഒരു തല ഈ കയ്യും ഈ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടായിരിക്കും അർജുനനും ഭീമനും രാമനും സഹദേവനും ലക്ഷ്മണനും എല്ലാവരും വർത്തനം പറയുന്നത്. ദുര്യോധനും എല്ലാവരും അവരുടെ കൈ ഇങ്ങനെ ഇരിക്കും. പുരാണ കഥാപാത്രങ്ങളിലെ കല്യാണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചില ചേച്ചിമാരെ നമുക്ക് അങ്ങനെ കാണാം. എന്താണ്? ആ ചേച്ചിയുടെ ഏറ്റവും കൊണ്ട് കൊടുത്ത മനോഹരമായ ഒരു സാരി വെഡിങ് ആനിവേഴ്സറിക്ക് കൊണ്ട് കൊടുത്താണെന്ന്. രവിച്ചേട്ടനെ ബീന ചേച്ചിക്ക് ഒരു സാരി കൊടുത്തു. ഈ സാരിയുടെ മുന്താണി എന്താ നിങ്ങൾ അതിന് പേര് പറയുന്നത്? വേറൊരു പേര് കൂടി പറയുന്ന സാരിയുടെ തലപ്പേ മുന്താണി, അവിടെ നിറയെ മിറർ വർക്ക്, നിറയെ ഗിൽറ്റ് വർക്ക് തിളങ്ങി നിൽക്കാണ്. അപ്പോ ഈ ബീന ചേച്ചി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സാധാരണ ഈ ചേച്ചി ഈ സാരിയുടെ തലപ്പിങ്ങനെ മടക്കി ഇവിടെ പിന്നടിച്ച് വെക്കുക എന്നതാണ്. അന്ന് ആ ചേച്ചി ചെയ്യുക, ഈ സാരി എടുത്തിട്ട് ഇത് 1 ലെയർ ആയിട്ട് ഇടുന്നു. സിംഗിൾ ലെയർ ആയിട്ട് ഈ കയ്യുമ്മ ഈ രാജാക്കന്മാരിടുന്ന പോലെ ഈ കൈ ഇങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് ഇതുമ്മ അങ്ങാടി ഇടും. ഈ മുന്താണി എല്ലാവരും കാണണം. ഈ ഗിൽറ്റും മിറർ വർക്കും കാണണം. അത് കാണാനാണല്ലോ അത് തുന്നി പിടിപ്പിച്ചാക്കുന്നത്.
ഇത് മടക്കിയിട്ട കാണൂലല്ലോ. അപ്പൊ അത് ഇങ്ങനെ കാണാൻ വേണ്ടിട്ടിട്ട് ഈ ചേച്ചി കല്യാണ വീട്ടിൽ മുഴുവൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നടക്കും. അപ്പൊ ആ ചേച്ചിക്ക് അവിടെ സവിശേഷമായ ഒരു എൻട്രി കിട്ടും. ആ എൻട്രി കിട്ടുന്നതിന് വേണ്ടി ആ ചേച്ചി അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തി. അതുപോലെ ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച എൻട്രി കിട്ടണം. ഓക്കെ, നിങ്ങളുടെ മാനറിസം എങ്ങനെയായിരിക്കണം? കൈയെടുത്തിട്ട് മേശമ കൊട്ടിക്കൊണ്ടായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുക. ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ അതിന് ഇരിക്കുന്നതിന്റെ ഒരു സ്റ്റൈലുണ്ട്. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വരേണ്ടതെന്നൊക്കെ ഇല്ലേ? അപ്പൊ അതിന് ഓരോന്നിനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ് നമ്മുടെ ഇവിടെ നിന്ന് തരും. മനസ്സിലായി? നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും വലിയ ആഗ്രഹം ഞങ്ങൾക്കാ. എന്താ കാരണം എന്ന് അറിയോ? നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ 10 പേരോട് പറഞ്ഞ് ഇവിടെ അഡ്മിഷൻ തരുന്നു ഞങ്ങൾക്ക് ഉറപ്പാണെന്നേ. മനസ്സിലായി? നിങ്ങൾ 10 പേരോട് പറയും 70,000 രൂപ ബിസിനസ് നിങ്ങൾ ജോലി കിട്ടിയ ആളെ കൊണ്ടുപോയി തരും. ഞങ്ങൾക്ക് അഡ്മിഷൻ വരുന്നത് ഒരുപാട് അഡ്മിഷൻ അങ്ങനെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഇന്റർവ്യൂ ഗ്രൂമിങ്ങുമായും പ്ലേസ്മെന്റുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഇന്റേൺഷിപ്പാണ്. നമ്മൾ ഇന്റേൺഷിപ്പ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ പിന്നെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ, സ്വകാര്യ മേഖലക്കകത്തുള്ള നോൺ മെഡിക്കൽ വിഭാഗത്തിലെ 35% വരുന്ന വിഭാഗത്തിൽ ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റലിൽ 2 വിഭാഗമാണുള്ളത്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, 2 നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഫ്രണ്ട് ഓഫീസ് മുതൽ ബാക്ക് എൻഡ് വരെ അഡ്മിനിസ്ട്രേറ്ററി, സൂപ്പർണ്ടറി തലത്തിൽ, മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ്, എക്സിക്യൂഷൻ വിഭാഗമാണ് ഈ നോൺ മെഡിക്കൽ വിഭാഗം. അവിടെയാണല്ലോ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതിനുള്ള തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ നിങ്ങൾ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇന്റേൺഷിപ്പ് എടുക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ജോലി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രവൃത്തി പരിചയം അഭിലഷണീയമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനകത്ത് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ചെല്ലുക. ഇന്റേൺഷിപ്പ് തരാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ കാര്യം എന്നറിയോ? ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി പെയിന്റിങ് കോൺട്രാക്ടറാണ്. ജഗതിക്ക് 3 പേരെ കിട്ടും. ആരെയാണ്? ശ്രീനിവാസൻ, മുകേഷ്, ജയറാം. അപ്രന്റീസ് ട്രെയിനിങ്. എന്താ ഗുണം? പട്ടിപ്പണിയെടുപ്പിക്കാം, പിച്ചക്കാശ് പോലും കൊടുക്കണ്ട. മനസ്സിലായി? പണിയെടുക്കാനായിട്ട് ഒരു ലേബറെ ഫ്രീ ആയിട്ട് കിട്ടിയണെന്ന്. അവരുടെ വർക്ക് കുറഞ്ഞു കിട്ടും. അതെ, അവർക്ക് കുറെ ലേബറിന്റെ വർക്ക് കുറഞ്ഞു കിട്ടിയാണ്. അപ്പോ ഇന്റേൺഷിപ്പിന് കുറെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കോളാണ്. ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ വേണം. ഒരു ഓഫർ ലെറ്റർ. അത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ കോഴ്സ് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കാം കേട്ടോ. ഇന്റേൺഷിപ്പ് എടുക്കുന്നതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് അതിന്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തേത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതോടുകൂടി നിങ്ങൾ ഫ്രഷർ അല്ലാതായി മാറും. അതൊരു വലിയ ഗുണമാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. മൂന്നാമത്തേത് നിങ്ങളുടെ വർക്ക് സ്റ്റൈല്, ഡെഡിക്കേഷൻ, പങ്ക്ച്വാലിറ്റി, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവർ നോട്ട് ചെയ്യും. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അപ്പോ. അതല്ല, വേക്കൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ നോട്ട് ചെയ്ത് അവിടെ ജോലിക്ക് വിളിക്കും. അങ്ങനെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ പങ്കെടുക്കുന്നതെങ്കിൽ. ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഡെസ്കിന്റെ അടിയിൽ ഫോൺ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് കാണുകയാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ വിളിച്ചൊന്നും വരൂല. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്പിൽ പോയിട്ട് ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇന്റേൺഷിപ്പിലേക്ക് അവർ പോയിട്ടുള്ള അവരുടെ വർക്ക് സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ജോലി മേടിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. അപ്പോ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞു, പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, ഫീസിന്റെ കാര്യം പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞു. പൊതുവിൽ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പറഞ്ഞു തീർത്തു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. ഞാനൊരു സെക്കൻഡ്, ഒരൊറ്റ മിനിറ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ.
പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചു വരാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരും ഉള്ളിലുള്ള സംശയങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കുക. ആദ്യം പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക, എന്നിട്ട് ഓരോരുത്തരായിട്ട് സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, സംശയങ്ങൾക്ക് അപ്പപ്പോ മറുപടി പറഞ്ഞു പോകുന്നതാണ്. ക്ലിയർ? ചോദിക്കാം. സംശയങ്ങളില്ലേ? എല്ലാവരും അത്രയും ഹാപ്പി ആയോ? കമോൺ ഗൈസ്. സാർ, എൻ്റെ പേര് സൂര്യ. ഓക്കെ, സൂര്യ പറയൂ. സാർ, സംശയം അതിലെനിക്ക് സാർ ആദ്യം പറഞ്ഞില്ലേ ഡിപ്ലോമ കോഴ്സും PG കോഴ്സും ഒരുമിച്ചാണ് ക്ലാസ് എന്ന്. അപ്പൊ ഞാനിപ്പോ ഡിപ്ലോമയ്ക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അഥവാ എനിക്ക് PGയിലോട്ട് മാറണമെന്ന് തോന്നിയ ഈ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മാറാൻ പറ്റുമോ? PG കൂടെ ചെയ്യണമെന്ന് തോന്നിയാ? പറയാം. അത് പറഞ്ഞപ്പോഴാണ് പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം കൂടി ചേർത്തിട്ട് രണ്ടിനെയും കൂടി ഉത്തരം പറയാം. ഇപ്പോ ഡിപ്ലോമയിലുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം PGയിലോട്ട് മാറാൻ സാധിക്കുന്നതാണ്. ഇപ്പോ ഡിപ്ലോമയിലുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഡിപ്ലോമക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലെ PROമാരോട് അതായത് ഫീസ് കളക്ട് ചെയ്യുന്ന PROമാരോട് പറഞ്ഞാൽ മാത്രം മതി എനിക്ക് PGയിലോട്ടാണ് ചേരേണ്ടത് എന്ന് പറഞ്ഞാൽ അവരത് നോട്ട് ചെയ്ത് വെക്കുകയും PGയുടെ ക്ലാസ് ആരംഭിക്കുമ്പോൾ നിങ്ങളോട് പറയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ PGയിലോട്ട് ചേരുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. രണ്ടാമത്തേത്, PGയിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. PG ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. ഡിഗ്രി തോറ്റാല് ചെയ്യാൻ പറ്റും? അതെനിക്ക് അറിഞ്ഞൂടാ. ഡിഗ്രി പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് PG ചെയ്യാൻ സാധിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സും ഉണ്ട്, PG കോഴ്സും ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. ഇപ്പോ പുതിയ ഒരു നോംസ് പ്രകാരം, സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പുതിയ ഒരു മാനദണ്ഡ പ്രകാരം ഡിഗ്രിയോ തത്തുല്യമായ യോഗ്യതയോ ഇല്ലാത്ത +2 പൂർത്തിയായ 3 ഡിഗ്രി പൂർത്തിയായ ആളുകൾക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ PG ചെയ്യാവുന്നതാണ്. ഒരു കല്ലുകടി വന്നിപ്പ ഞാനത് പറഞ്ഞു കേട്ടപ്പോൾ ഇല്ലേ? അതെങ്ങനെയാ സാറേ +2 ഉള്ളവർക്ക് PG ചെയ്യാൻ പറ്റുന്നത്? അതൊരു തട്ടിപ്പ് പരിപാടിയല്ലേ? അങ്ങനെ ഒരു സംശയം വന്നോ? ഒരു കല്ലുകടി വന്നോ ഇല്ലേ? നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കരാണല്ലോ. ഒരു സംശയവും ഇല്ലേ നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോഴേ? ഒരു കല്ലുകടി വരുന്നതിൽ ആ കല്ലുകടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഞാൻ വിശദീകരിക്കാം. PGയുടെ അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്. പക്ഷേ നിലവിൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നോംസ് പ്രകാരം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഉള്ളവർക്കും 2000 രൂപ ലാറ്ററൽ എൻട്രി ഫീ അടച്ച്, ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ലാറ്ററൽ എൻട്രി ഫീ അടച്ച് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാവുന്നതാണ്. മനസ്സിലായി? ഇനി അതെങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിക്കാം. വിദ്യാഭ്യാസ മേഖലക്കകത്ത് 2 തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. ഒന്നാമത്തെ കോഴ്സുകളെ അക്കാദമിക് കോഴ്സുകളെന്നും രണ്ടാമത്തെ കോഴ്സുകളെ സ്കിൽ കോഴ്സുകൾ എന്നും പറയുന്നു. ഏതാണ് സ്കിൽ കോഴ്സുകൾ? ഒന്നും പറഞ്ഞു കേൾക്കട്ടെ. സ്കിൽ കോഴ്സുകൾ ഏതാണ്? കമോൺ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്കിൽ കോഴ്സ് ആണോ അക്കാദമിക് കോഴ്സ് ആണോ? സ്കിൽ കോഴ്സാണ്. അപ്പൊ അക്കാദമിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അയ്യോ, എന്തൊരു ശബ്ദം! 10ാം ക്ലാസ് പഠിക്കുന്ന അക്കാദമിക് കോഴ്സാണ്, +2 പഠിക്കുന്ന അക്കാദമിക് കോഴ്സാണ്. BA, BCom, BSc, MA, MCom, MSc, BBA, MBA അക്കാദമിക് കോഴ്സുകളാണ്. അപ്പോ ഒരു കാര്യം മനസ്സിലായി. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ 2 തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഒന്നാമത്തേത് അക്കാദമിക് കോഴ്സുകൾ എന്നും രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകൾ എന്നും അറിയപ്പെടുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, HR മാനേജ്മെന്റ്, DTP, ഹോട്ടൽ മാനേജ്മെന്റ്, ഇലക്ട്രീഷ്യൻ, ഈ കോഴ്സ് എല്ലാം സ്കിൽ കോഴ്സുകളാണ്. അക്കാദമിക് കോഴ്സുകളുടെ ഡിപ്ലോമ ഡിഗ്രി ചെയ്യണമെങ്കിൽ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി നിർബന്ധം. PG ചെയ്യണമെങ്കിൽ ഡിഗ്രി നിർബന്ധം. ഡിഗ്രിയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം.
MA ചെയ്യണമെങ്കിൽ BA വേണം, BCom ചെയ്യണമെന്നുണ്ടെങ്കിൽ MCom വേണം, MSc ചെയ്യണമെന്നുണ്ടെങ്കിൽ BSc വേണം. ഡിഗ്രിയോ തത്തുല്യ യോഗ്യതയോ ഇല്ലാത്ത ഒരാൾക്ക് അക്കാദമിക് കോഴ്സുകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാനായി പറ്റുകയില്ല. എന്നാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒരു സ്കിൽ കോഴ്സാണ്. സ്കിൽ കോഴ്സുകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നതിന് അക്കാദമിക് കോഴ്സുകളുടെ ഡിഗ്രി ആവശ്യമില്ല. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. DCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? DCA ആരെങ്കിലും? ഏതാ കോഴ്സ്? അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ DCA. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. PGDCA എന്ന് പറഞ്ഞ വേറൊരു കോഴ്സ് ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. DCA എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. PGDCA എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. PGDCA ചെയ്യാനായിട്ട് BAയും BCom BScയും വേണോ? +2കാർക്ക് PGDCA ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റും. എന്താ കാരണം? അതൊരു സ്കിൽ കോഴ്സാണ് എന്നുള്ളത് കൊണ്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു സ്കിൽ കോഴ്സ് ആയതുകൊണ്ട് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ആളുകൾക്കും 2000 രൂപ ലാറ്ററൽ എൻട്രി ഫീ അടച്ച് അതിന്റെ PG ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ശരി, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. സംശയങ്ങളൊന്നുമില്ല? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നതിന് SSLC മാത്രം മതിയാവോ? ഞാൻ പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നതിന് അടിസ്ഥാന യോഗ്യത +2 ആണെങ്കിൽ, 10ാം ക്ലാസ് ആണെങ്കിലും അതിൽ ബുദ്ധിമുട്ടില്ല. അത് ഓരോ ഹോസ്പിറ്റലുകാരും ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ ഹോസ്പിറ്റലുകാരും അതാത് ഹോസ്പിറ്റലുകളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് അവരുടെ മാനേജ്മെന്റിന്റെ ഭരണസമിതിയുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജോലിക്കാരെ നിശ്ചയിക്കുന്നത്. അതിന് 10ാം ക്ലാസ് യോഗ്യതയൊന്നും +2 അടിസ്ഥാന യോഗ്യതയൊന്നും പറയാറില്ല. പൊതുവിൽ +2 ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങള് ഇതിന് പിന്നെ +2 വേണം എന്നുള്ള കാര്യം പറയുന്നത്. നിയമപരമായിട്ട് 10ാം ക്ലാസ് ആണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുള്ള ആളുകൾ ജോലിക്ക് കയറിയിട്ടുമുണ്ട് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, ഇന്റേൺഷിപ്പ് പോകുന്നത് പറഞ്ഞില്ലേ? കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിനു ശേഷം അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ഇത് തരുമല്ലോ, എന്തോന്നോ ഓഫർ ലെറ്റർ. അപ്പം ഞാൻ പറയാം. ഈ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓഫർ ലെറ്റർ എപ്പോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു കോഴ്സ് തുടങ്ങി ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങേണ്ടത്. എല്ലാവർക്കും ചിലപ്പോൾ ഇന്റേൺഷിപ്പിന് ആ സമയത്ത് പോകാൻ പറ്റിയില്ല എങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് പോയാലും മതി. കോഴ്സ് കഴിയുന്നതിന് മുമ്പാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് ഓഫർ ലെറ്റർ വേണം. കോഴ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോ അത് മതിയാകും കേട്ടോ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞാല് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? കിട്ടും. മോക്ക് ടെസ്റ്റ് കമന്റ് ബോക്സിൽ ഡൗട്ട് വന്നിട്ടുണ്ട്. സാർ, മോക്ക് ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ പെർഫോമൻസ് വാല്യൂ നോക്കാനാണോ? അല്ല, അത് ഇന്ത്യൻമാർക്കായിട്ട് ഇതിനൊന്നിനും ബന്ധമില്ലാന്ന്. ഇന്ത്യൻമാർക്കായിട്ടേ ഇതിനൊന്നിനും ഒരു ബന്ധവുമില്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ മാർക്ക് എന്ന് പറയുന്നത് അക്കാദമിക് മാർക്ക് നിങ്ങൾ എത്ര വാങ്ങുന്നു ആ പെർസെന്റേജിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്ക് കിട്ടും. പേപ്പർ 1ന്റെ ആകെ മാർക്ക് 100 മാർക്കിലാണ്. 60 മാർക്ക് അക്കാദമിക് മാർക്ക്, 40 മാർക്ക് ഇന്ത്യൻ മാർക്ക്. 60 മാർക്കിൽ നിങ്ങൾ 60% അക്കാദമിക് മാർക്ക് മേടിച്ചാല് 40 മാർക്കിന്റെ 60% നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. അതേ ക്ലാസിന്റെ പങ്കാളിത്തം, മോക്ക് ടെസ്റ്റിന്റെ അറ്റൻഡൻസ്, ക്ലാസ്സിലത്തെ ബാക്കിയുള്ള അറ്റൻഡൻസ്, ഇതൊന്നും ബാധകമല്ല. അക്കാദമിക് മാർക്കിന്റെ എത്ര പെർസെന്റേജ് ആണോ അതിന് ആനുപാതികമായിട്ടാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് മാർക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോബിന്റെ കാര്യം വരുമ്പോ ഈ PG ഡിപ്ലോമയും തമ്മിൽ എന്താ ഡിഫറൻസ്? അത് നല്ല ചോദ്യമാണ്.
സർഫ്രാസ അഫ്സൽ അല്ലേ? ഓക്കെ. ഈ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഹോസ്പിറ്റലിലെയും പിന്നെ വേക്കൻസികളിലേക്ക് ആളുകളെ എടുക്കുന്നത്, കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് അതാത് ഭരണസമിതിയുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പോളിസി മാറ്ററിന്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഡിപ്ലോമക്കാർക്ക് 15 ജോബ് റോളുകളാണ് കിട്ടുന്നത് എങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻകാർക്ക് 19 ജോബ് റോളാണ് കിട്ടുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇപ്പൊ DTP പഠിച്ചാൽ DTP ഓപ്പറേറ്റർ ആയിട്ട് മാത്രം ജോലി നേടാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഹോസ്പിറ്റലുകളിലെ നോൺ മെഡിക്കൽ വിഭാഗത്തിലെ 15ഓളം ജോബ് റോളുകളിൽ ജോലി നോക്കാം. PG ആണ് ചെയ്യുന്നതെങ്കിൽ 19ഓളം ജോബ് റോളുകളിൽ ജോലി നോക്കാം. രണ്ടാമത്തെ ഗുണം, PG ചെയ്യുന്നവരുടെ സാലറി പാക്കേജിനകത്ത് വ്യത്യാസമുണ്ടായിരിക്കും. മൂന്നാമത്തെ ഗുണം, PG ചെയ്യുന്നവര് കുറെ കൂടി സൂപ്പർവൈസറി തസ്തികകളിലേക്ക് അവർക്ക് നിയമനങ്ങൾ കിട്ടും. ഡിപ്ലോമക്കാർക്ക് കിട്ടുന്ന അതിനേക്കാളും അല്പം കൂടി സൂപ്പർവൈസറി തസ്തികകളിലേക്ക് PG-ക്കാരെ എടുക്കും. കാരണം അവർ കുറെ കൂടി സ്കിൽഡ് ആണ്. അതില് മനസ്സിലായി? സ്കിൽഡ് ആയതുകൊണ്ട് കുറെ കൂടി സൂപ്പർവൈസറി അഡ്മിനിസ്ട്രേറ്ററി തലത്തിലോട്ടുള്ള വേക്കൻസികളിലോട്ട് അവരെ പോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പൊതുവിലുള്ള കീഴ്വഴക്കം. കേട്ടോ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഇന്റേൺഷിപ്പ് എത്ര മാസം പോകേണ്ടി വരും? ഇന്റേൺഷിപ്പ് 2 മാസമോ 3 മാസമോ മതിയാകും. 2 മാസമൊക്കെ ധാരാളം മതി. കേട്ടോ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഈ മേഖലക്കകത്തൊരു ഏജ് ലിമിറ്റ് ഇല്ല എന്ന്. ഏജ് ലിമിറ്റ് എന്നുള്ള സാധനം ഇല്ല. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 46, 48 വയസ്സ് വരെയൊക്കെ ഉള്ള ആളുകൾ പഠിക്കുന്നുണ്ട്. 55 വയസ്സ് വരെയൊക്കെ ഉള്ളവർ പഠിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ എങ്കിലും ഒരു 46, 47 വയസ്സ് വരെയുള്ളവർക്കൊക്കെ ജോലി സാധ്യതയുണ്ട്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, പിന്നെ ഞാൻ +2 സയൻസ് പഠിച്ച് ഡിഗ്രി BCom പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വീട്ടില് വെറുതെ നിന്ന സമയത്ത് ഇത് കണ്ടത്. അങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറിയതാ. ഹോസ്പിറ്റൽ മേഖലയിൽ ഒരു ജോലി എല്ലാവരും കൊതിക്കുന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇങ്ങനെ ഓരോ സ്ട്രീമിലും മാറിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോകുമ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം അവർ ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, എന്തുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി സാധ്യത ഉണ്ടാവുമോ? അങ്ങനെ സൂര്യ ആശങ്കപ്പെടുന്നത് വിദൂരമായിട്ടുള്ള ഒരു സമയത്ത് ഈ കോഴ്സ് കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പൊ. കാരണം സയൻസ് ആണ് പഠിച്ചത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ് പിന്നെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണ് അല്ലേ? ഡിഗ്രിക്ക് പഠിച്ചത് കോമേഴ്സാണ്, +2 പഠിച്ചത് സയൻസ് ആണ്. സാറേ ഇനി ഞാൻ ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് കയറി പോരും സാറേ. ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് എവറസ്റ്റ് കൊടുമുടി എന്നാണ്. ഇന്ന് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലോട്ട് പടച്ചു കയറി പോകുന്ന പോലെ എളുപ്പമല്ല മുമ്പ്. ആദ്യമായിട്ട് അത് കീഴടക്കാൻ പോകുമ്പോഴേ കീഴടക്കിയിട്ടുള്ള 2 മഹാന്മാരുടെ പേരുണ്ടാണ്. 2 സാഹസികരായിട്ടുള്ള പർവ്വതാരോഹകരുടെ പേരുണ്ട്. ഒരാളുടെ പേര് ടെൻസിംഗ് എന്നും മറ്റേയാളുടെ പേര് ഹിലാരി എന്നുമാണ്. ടെൻസിംഗും ഹിലാരിയും ഒറ്റച്ചാട്ടത്തിന് എവറസ്റ്റ് കൊടുമുടിയുടെ താഴെന്ന് മുകളിലോട്ട് ഒറ്റച്ചാട്ടത്തിന് ചാടി കയറിയ ആളുകളല്ല. ആ 3000 കിലോമീറ്റർ നടന്നു കയറിയ ആളുകളാണ്. ഓരോരോ ചുവടുകൾ വെച്ച് കയറിയ ആളുകളാണ്. ടെൻസിംഗിന്റെയും ഹിലാരിയുടെയും ഒപ്പം ദ്രാവിഡ് എന്ന് പറഞ്ഞ 3ാമതൊരു പർവ്വതാരോഹകൻ കൂടി അന്ന് ഇവര് വിജയം കൈവരിച്ച സമയത്ത് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പിടച്ചു കയറാൻ വേണ്ടിയുണ്ടായിരുന്നു. ദീർഘകാലമായി അവർ കണ്ട സ്വപ്നമായിരുന്നു അത്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിക്കൊണ്ട് നിൽക്കണമെന്ന്. എവറസ്റ്റ് കൊടുമുടിയുടെ കീഴിലേക്ക് അവർ വന്നു. മേലേക്ക് നോക്കിയപ്പോൾ 3000 കിലോമീറ്റർ ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി മഞ്ഞ് പുതച്ചു നിൽക്കുകയാണ്. മഞ്ഞ് മാത്രമല്ല, മരണവും പുതച്ചു നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി. ആ എവറസ്റ്റ് കൊടുമുടിയിൽ താഴെ 90 വയസ്സുള്ള ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു. ആ വൃദ്ധൻ പറഞ്ഞു, അരുത് മക്കളെ, അരുത്, നിങ്ങൾ കയറരുത്. ഇതുവഴി കയറിയവർ ആരും തന്നെ തിരികെ പോന്നിട്ടില്ല. നിങ്ങളെ കടന്നു പോകുന്ന വഴികളിൽ നിറയെ തണുത്തുറഞ്ഞ മൃതദേഹങ്ങൾ കാണാം. അത് ഇതിനു മുമ്പേ കയറി പോയവരുടേതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ?
മുമ്പേ കയറിപ്പോയവര് ചത്ത് മരവിച്ച് കിടക്കാണ്. നിങ്ങൾ കയറി പോകേണ്ട നിങ്ങളുടെ പോക്ക് മരണത്തിലേക്കാണ്. ടെൻസിങ്ങും ഹിലാരിയും മനസ്സിൽ കുറിച്ചു, ഞങ്ങൾ അതിന് കീഴടങ്ങാൻ തയ്യാറല്ല. ഞങ്ങൾ ദീർഘകാലമായി സ്വപ്നം കാണുന്നതാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ക്ലാവിഡ് നേരെ തിരിച്ച് ചിന്തിച്ച്, വീട്ടിലിരിക്കുന്ന സുന്ദരിയായ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചു, പൊന്നോമന മക്കളെ കുറിച്ച് ചിന്തിച്ചു. മരണത്തിന് കീഴടക്കണോ? ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് പിടച്ചു കയറിയിട്ട് വല്ല കാര്യമുണ്ടാ എന്ന് ക്ലാവിഡ് ചിന്തിച്ചു. ക്ലാവിഡ് പുറകോട്ടേക്ക് തിരിഞ്ഞു നടന്നു. പക്ഷെ ആ തിരിഞ്ഞു നടന്ന ക്ലാവിഡ് ചരിത്രത്തില് പരാജയപ്പെട്ടവരുടെ, നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ കൂട്ടത്തിലേക്കുള്ള ഒരു പേരുകാരനായി മാറുന്നതാണ് പിന്നീടുള്ള ചരിത്രങ്ങൾ. ടെൻസിങ്ങും ഹിലാരിയും മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കി വിജയകിരീടം ചൂടിയ നിശ്ചയദാർഢ്യത്തിന്റെയും വിജയത്തിന്റെയും ഇതിഹാസ തുല്യമായിട്ടുള്ള പേരുകളായി മാറി നിൽക്കുന്നു. നാം എല്ലാവരും മരിച്ചു പോയാലും ഈ മനുഷ്യ സമൂഹത്തിനകത്ത് ജീവൻ ഉള്ളിടത്തോളം കാലം ടെൻസിങ്ങിന്റെയും ഹിലാരിയുടെയും പേര് വിജയത്തിന്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായി ഉയർന്നു നിൽക്കും. സൂര്യ പറഞ്ഞത് അങ്ങനെ ഒരു ആശങ്കയാണ്. എന്താണെന്നറിയോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് സാർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കും എന്താകുന്നു? ഓരോരോ ചുവടുകൾ വെച്ചുകൊണ്ടാണ് ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റിന്റെ കൊടുമുടിയുടെ മുകളിലോട്ട് കയറിയെന്ന്. ഓരോ ചുവടുകൾ ഒറ്റച്ചാട്ടത്തിനല്ല കയറിയത്. ഹനുമാൻ ലങ്കയിലോട്ട് ചാടി കയറിയ പോലെ അല്ലാന്ന് അവർ കയറിയത്. ഓരോ ചുവടുകൾ വെച്ചുകൊണ്ടാണ് കയറിയത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ കോഴ്സിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങള് കൃത്യമായി പഠിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വെക്ക്. ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടെന്ന് ഞാൻ വാക്ക് പറയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള തരത്തില് ഞാൻ വാക്ക് പറയാണെന്ന്. ഇന്റർവ്യൂവില് നിങ്ങൾ ഒരു കാരണവശാലും തലകുനിച്ച് നിൽക്കേണ്ടി വരൂല. സ്മാർട്ട് സിയിലെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള തരത്തില് അഭിമാനം തുടിക്കുന്ന കണ്ണുകളോടെ, ഇച്ഛാശക്തിയോട് കൂടിയിട്ട്, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, ദൃഢമായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കാനും കൃത്യമായിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അതിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് നമ്മൾ ഇവിടെ നിന്ന് തരുന്നു. നിങ്ങൾ സയൻസിനെ കുറിച്ച്, കൊമേഴ്സിനെ കുറിച്ച്, ജോഗ്രഫിയെ കുറിച്ച് ഒന്നും ആശങ്കപ്പെടണ്ട. ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലാണ്. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. ഇനി മുതലേ നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നേടാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആശങ്കപ്പെട്ടിരിക്കാതെ മാത്രം കാര്യമുള്ളൂ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് സ്ത്രീകളുടെ വിജയമാണോ വലുത്, പുരുഷന്മാരുടെ വിജയമാണോ വലുത്? ഏറ്റവും മഹത്തായിട്ടുള്ള വിജയം ഏതാണ്? പറയാമോ? Come on, guys. Come on. ഒരാൾക്ക് മറുപടിയില്ലേ? സ്ത്രീകളുടെ വിജയമാണ് ഏറ്റവും മഹത്തരമായ വിജയം. എന്താ കാരണം എന്നറിയോ? പുരുഷന്മാർക്ക് ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടാവും. സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ 26 ദിവസമേ ഉണ്ടാവൂ. പുരുഷന്മാർക്ക് ഏത് പച്ചപ്പാതിരക്കും ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് പച്ചപ്പാതിരക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പുരുഷന്മാർക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കാതെയൊക്കെ പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. കുഞ്ഞുമക്കളുടെ കാര്യം, അരി വെക്കണ കാര്യം, പച്ചക്കറി വെക്കണ കാര്യം, മീൻ വെക്കണ കാര്യം, ഇത് സ്ത്രീ തന്നെ ചിന്തിക്കണമെന്ന്. ഇതെല്ലാം ചിന്തിക്കുന്നതിന്റെ ഇടക്ക് നിന്നാണ് അവർ തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തുന്നത്. ആ സമയത്ത് നമ്മൾ ഇന്നലെകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണോ? വേണ്ടാന്ന്. പക്ഷെ എന്തു പറഞ്ഞാലും സാറേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒടുക്കത്തെ മൂഡ് സിംഗാണ്. തലേ ദിവസം സന്തോഷത്തോടെ കയറി കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ വെറുതെ നിരാശ. അപ്പുറത്തെ ശോശയും ഞാനും കൂടി ഒരുമിച്ച് നന്നായി പഠിച്ചതാണ്. ശോശ എവിടെ ഇരിക്കണം, ഞാൻ എവിടെ ഇരിക്കണം എന്ന് ചിന്തിച്ച് ഇത് വ്യാകുലപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? അപ്പോ ഇന്നലെകളെ കുറിച്ച് വ്യാകുലപ്പെടുന്നവര് വിജയം കൈവരിച്ചിട്ടില്ല എന്ന്. മുന്നിലുള്ള ലക്ഷ്യത്തെ പ്രതീക്ഷയായി, വസന്തമായി കണ്ടുകൊണ്ട് ആ വസന്തത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ദൃശ്യബിംബങ്ങളായി ആവിഷ്കരിച്ച് ആവാഹിച്ചെടുക്കാൻ നിങ്ങൾക്ക് എപ്പോ പറ്റുന്നോ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കുറിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി എൻജോയർ ടീമുണ്ട്. നമ്മുടെ ടീച്ചർമാര് ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള എക്സ്പെർട്സ് ആണ് അവര്.
അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വരുന്ന ക്ലാസ്സുകൾ, നമ്മുടെ ടെക്നിക്കൽ ടീം, നമ്മുടെ PROമാര്, 100 ചില്ലാൻ വരുന്ന നമ്മുടെ ജീവനക്കാർ, ഇത്രയും പേരുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ട. ഒരു തരത്തിലുമുള്ള ആശങ്ക വേണ്ട. ഏതെങ്കിലും ഒരു സമയത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് പിന്മാറുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. ഒരു തരത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ആശങ്കകളെ പൊട്ടിച്ചെറിയാനായിട്ട് സ്മാർട്ട് ശ്രീക്ക് പറ്റും. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ സ്മാർട്ട് ശ്രീ വഴി ജോലി മേടിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കും പറ്റും. അവർക്കെല്ലാവർക്കും പറ്റിയ കാര്യല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങൾക്ക് പറ്റുന്നേ. പറ്റുന്ന രീതിയിൽ നിങ്ങളെ സുസജ്ജരാക്കി എടുക്കാനുള്ള ടീം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഭയെ നിങ്ങൾ കാണൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിഭ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ പ്രതിഭയെ നിങ്ങൾ കാണൂ, അതിനെ തൊട്ടുണർത്തൂ, ലക്ഷ്യങ്ങളെ നിശ്ചയിക്കൂ, ആ ലക്ഷ്യങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കൂ, അതിനു വേണ്ടിയിട്ട് പോരാടൂ, അത് സ്വപ്നം കാണൂ. നിങ്ങൾ ഇപ്പൊ സ്വപ്നം കാണേണ്ടത് എന്താണെന്നറിയൂ? ഈ കോഴ്സിനകത്ത് നിങ്ങൾ വിജയിച്ചുകൊണ്ട് കോൺവെക്കേഷൻ സെറിമണിക്കകത്ത് നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ ഉറ്റവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ കയ്യടികൾ ഉയർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് കോൺവെക്കേഷന്റെ യൂണിഫോം ഒക്കെ അണിഞ്ഞ് അഭിമാനം തുടിക്കുന്ന കണ്ണുകളോട് കൂടി നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് നിങ്ങൾ കടന്നു വരാണ്. നിറയെ പൂത്തിരികൾ അപ്പുറത്തും കത്തിക്കൊണ്ടിരിക്കാണ്. ഒരുപാട് കരഘോഷങ്ങൾക്ക് നടുക്ക് നിന്നുകൊണ്ട് ഇതുവരെയും ജീവിതത്തിലൊന്നും നേടാത്ത നമ്മൾ ഒരു വലിയ വിജയത്തിന്റെ ഭാഗമായി ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ട് ഒരു വലിയ സർട്ടിഫിക്കറ്റ്, മൊമെന്റോ, മെഡൽ ഇതൊക്കെ വാങ്ങുന്ന സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടാകുന്ന രോമാഞ്ചം. അതൊന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ തലച്ചോറിലേക്ക് കടത്തിവിട്. അത് കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ വിജയിക്കും. മനസ്സിലായി? ഒരാശങ്കയും വേണ്ട കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടോ? സർ, ആരായിരുന്നു? ദിവ്യ, പറയൂ. ഇത് ഞാനിപ്പോ ഇതിനകത്ത് PG കോഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് അതിന്റെ മാസ്റ്റേഴ്സ് MHA അല്ലെങ്കിൽ BHA ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു വരുന്ന കുട്ടികൾക്കാണ് ഇന്റർവ്യൂലൊക്കെ കൂടുതൽ അഡ്മിഷൻ. ദിവ്യ, അല്പം കൂടി ഉറക്കെ പറയാം, എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? അല്പം കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ഇതിൽ PG കോഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് ചിലരൊക്കെ പറയുന്നുണ്ട് MHAയും BHA ഒക്കെ ഇതിന്റെ തന്നെ കോഴ്സുകളുണ്ടല്ലോ, 2 ഇയർ 3 ഇയർ അങ്ങനത്തെ അങ്ങനത്തെ എടുത്ത് വരുന്നവർക്കാണ് കൂടുതൽ ചാൻസ് കിട്ടുക എന്നുള്ള അങ്ങനെ പറയുന്ന അതിനെ കുറിച്ചുണ്ട്. പിന്നെ അതേപോലെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റൽസിൽ വേണമെങ്കിലും ജോലിക്കുള്ള ഒരു ഇതുണ്ടോ എന്ന്, അങ്ങനെ ആ 2 സംശയമാണുള്ളത്. ശരി, ഞാൻ പറയാം. 2 കാര്യങ്ങളാണ് ദിവ്യ ചോദിച്ചത്. ഒന്ന്, നമ്മള് ഇതിനകത്ത് ഡിപ്ലോമ വിദ്യാർത്ഥികളുണ്ട്, PG വിദ്യാർത്ഥികളും ഉണ്ടെന്ന് പറഞ്ഞത്. PG വിദ്യാർത്ഥികൾക്ക് 19 ജോബ് റോളുകൾ ഉണ്ട് ഹോസ്പിറ്റലിനകത്ത്. 19 ജോബ് റോളുകൾ ഉണ്ട്. അവര് 10 മാസത്തെ കോഴ്സാണ് പൂർത്തീകരിക്കുന്നത്. 10 മാസത്തെ കോഴ്സാണ് പൂർത്തീകരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 10 മാസത്തെ കോഴ്സ് പൂർത്തീകരിച്ച് വരുന്ന ഒരാൾ നിൽക്കുന്നു. 4 വർഷത്തെ ഡിഗ്രി പൂർത്തീകരിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിഗ്രി പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരാൾ നിൽക്കുന്നു. അതിനകത്ത് ആർക്കായിരിക്കും ഉന്നതമായിട്ടുള്ള ജോലി കൊടുക്കുക? നിശ്ചയമായിട്ടും 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും, ആ വിദ്യാർത്ഥികൾക്കായിരിക്കും. മനസ്സിലായി? പക്ഷെ 19ഓളം ജോബ് റോളുകൾ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. ഞാൻ ഇനി ഹോസ്പിറ്റലുകൾ പിന്തുടരുന്ന ഒരു മാതൃക പറയാം. ഞാനൊരു എന്റർപ്രണർ എന്നുള്ള തരത്തില് എന്റെ സ്ഥാപനത്തിൽ ഇപ്പൊ നിലവിൽ 126ഓളം ജീവനക്കാരാണ് 5 ഓഫീസുകളിലായിട്ട് സ്മാർട്ട് ശ്രീയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10-300 പേര് കഴിഞ്ഞ 15 വർഷം ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 300ഓളം പേര് ഇവിടെ വിവിധ ഘട്ടങ്ങളിൽ ജോലി ചെയ്യുകയും പോവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്ന മാനദണ്ഡം എന്താണെന്നറിയാം? ഞങ്ങൾ നോക്കുന്ന മാനദണ്ഡം അടിസ്ഥാന യോഗ്യത ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നോക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വരുന്നയാൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കും. ഒരാളുടെ അക്കാദമിക് മികവല്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്റർവ്യൂ പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അക്കാദമിക് മികവല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങളിത് അവിടെ ജോലിക്ക് ചേരുന്നത് അവരുടെ ബിസിനസ് ലക്ഷ്യം പൂർത്തീകരിക്കാനാണ്.
ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് ലക്ഷ്യം എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതല്ല. അതാണോ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. ബിസിനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിക്കാരുണ്ടായിരിക്കണം, പെർഫോം ചെയ്യുന്ന ജോലിക്കാരുണ്ടായിരിക്കണം. അപ്പോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക. ഞാൻ എന്റെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പെർഫോമൻസ് നോക്കിയിട്ടാണ്. ഇന്റർവ്യൂവിൽ നമുക്ക് പരമാവധി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കും. അവർക്ക് ഒരു പ്രത്യേക ഒരു പദവി കൊടുത്തു, അല്ലെങ്കിൽ ഒരു ജോലി കൊടുത്തു. ആ ജോലിയേക്കാൾ നന്നായിട്ട് അവർ മറ്റൊരു ജോലിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ ഉടനെ അവർക്ക് മാറ്റും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ദിവ്യ എവിടെ? ദിവ്യനെ കാണാനില്ലല്ലോ. ദിവ്യ അപ്പൊ ഇതാണ് ദിവ്യ. അല്ലാതെ ഇതെല്ലാം ഒരു കാര്യം കൂടി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിയുന്നവർക്ക് ജോലി കിട്ടുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലാട്ടോ, സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളിലാണ്. ശ്രദ്ധിച്ച് അങ്ങോട്ടോ ഞാൻ പറയുന്ന പോയിന്റ്. സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുകളിലേക്കാണ് ഈ ജോലി ലഭിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ കിട്ടുമോ? ഗവൺമെന്റ് ആശുപത്രിയിലും കിട്ടും. പക്ഷെ ഗവൺമെന്റ് ആശുപത്രിയിൽ കിട്ടുന്നത് പെർമനന്റ് ആയിട്ടായിരിക്കില്ല. പെർമനന്റ് മീൻസ് ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരെന്ന് പറയുന്നത് ഗവൺമെന്റ് സാലറി ഉള്ള ജീവനക്കാരാണ്. ഗവൺമെന്റ് സാലറി ഉള്ള ജീവനക്കാരായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവരെ PSC വിളിക്കുന്നില്ലാന്ന്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മാനദണ്ഡമാക്കി ഗവൺമെന്റ് ആശുപത്രിയോട്ടൊരു തസ്തികയുമില്ല. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് സർക്കാർ ആശുപത്രികളിലും അവസരങ്ങളുണ്ട്. അവിടെ ഭരണസമിതി, അവിടെ ഒരു HMC കമ്മിറ്റി ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയും. ആ HMC കമ്മിറ്റി ഓരോ സർക്കാർ ആശുപത്രികൾക്കും താൽക്കാലിക നിയമനങ്ങൾ നടത്തും. ചില പേരുകൾ രസമാണ്. ഓക്കെ, താൽക്കാലിക നിയമനം എന്നായിരിക്കും പേര്, പക്ഷെ സ്ഥിരമായിട്ടുള്ള നിയമനം കിട്ടും. ചിലപ്പോ 10 വർഷമോ 15 വർഷമോ ഒക്കെ കിട്ടിയേക്കാം. അങ്ങനെ ജോലി നോക്കുന്ന ആളുകളുണ്ട്. അപ്പോ സർക്കാർ ആശുപത്രികളിലും കിട്ടും. അതെല്ലാനും പൊളിറ്റിക്കൽ നിയമനമായിരിക്കും പ്രധാനമായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ വരുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെയോ അതല്ല എങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെയോ താലൂക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അതാത് ഭരിക്കുന്ന ആളുകളുടെ പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുവഴിയുള്ള പൊളിറ്റിക്കൽ നിയമനങ്ങൾ ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആശുപത്രികളിലും പൊതുവിലെ നിയമനമുണ്ട്. പക്ഷെ ഇത് പ്രധാനമായും സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള വേക്കൻസികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിവ്യ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? മനസ്സിലായി സർ. അപ്പൊ എല്ലാ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാലോ അല്ലെ? ഇതിന്റെ ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, ക്ലിനിക്കുകളിൽ പോലും ജോലി വേക്കൻസികളുണ്ട്. ക്ലിനിക്കുകൾ ഉണ്ടല്ലോ, ഇൻപേഷ്യന്റ് ഇല്ലാത്ത ഔട്ട് പേഷ്യന്റ് മാത്രമുള്ള ക്ലിനിക്കുകളൊക്കെ ഇല്ലേ? ഇപ്പൊ ഡെർമറ്റോളജി, ഡെന്റല്, അങ്ങനെയുള്ള ക്ലിനിക്കുകളൊക്കെ ഉണ്ടല്ലോ. അവിടെ എല്ലായിടത്തും ഈ വേക്കൻസികൾ ഉണ്ട് കേട്ടോ. 2 സംശയങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് പറഞ്ഞു ഞാൻ. സർട്ടിഫിക്കറ്റ്, ദേവപ്രിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ദേവപ്രിയ, ഒന്നുകൂടി വിശദീകരിക്കാമോ? മോർ ക്ലാരിഫിക്കേഷൻ അബൌട്ട് STC സർട്ടിഫിക്കറ്റ്. അഫീദ മുഖ്താർ, എന്താണ് അതിൽ അറിയേണ്ടത്? അഫീദ ഇസ് ദർ? അഫീദ, എന്താണ് STC സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കൂടുതലായി അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? സർ, STC സർട്ടിഫിക്കറ്റ് ഓൾറെഡി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് കിട്ടാന്നുള്ളത്? അല്ല, ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലോ അതിലേനെ നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടി വരുമോ? ഞാൻ പറയാം, STC സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവാണ് ഏത്? SDC കാനഡ. കാനഡ എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് കാനഡയിൽ ആയതുകൊണ്ടാണ് കേട്ടോ. MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോട്ടയാണ്. പക്ഷെ MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലോകത്തെല്ലായിട്ടും ഒരേപോലെ വാല്യുബിൾ അല്ലേ? അതുപോലെ തന്നെ കാനഡ എന്ന് പറയുന്നത് അതിന്റെ ആസ്ഥാനമാണ്. പക്ഷെ 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ ഈ സാധനം, ഈ നമ്മുടെ SDC സർട്ടിഫിക്കറ്റ് അംഗീകാരമുള്ളതാണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അതിന് അറ്റസ്റ്റേഷൻ ആവശ്യമില്ല. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അഫീദ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ദേവപ്രിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. RSDCയുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണെങ്കിൽ
ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ വിശദമായി ഞാൻ ഒരു 15-20 മിനിറ്റ് എടുത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഏഞ്ചൽ ഫിലിപ്പോസിന്റെ ഒരു ചോദ്യമുണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വേക്കൻസീസ് എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യും. നമ്മുടെ പ്ലേസ്മെന്റ് ടീം പരമാവധി വേക്കൻസികൾ എടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരും കേട്ടോ. ശരി, അടുത്ത ചോദ്യം. ഇനി ചോദ്യങ്ങളുണ്ടോ? സാർ പറയൂ. സാർ പറഞ്ഞില്ലേ ഇന്റേൺഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു 4 മാസം കഴിയുമ്പം ഓഫർ ലെറ്റർ കൊടുത്ത് ഹോസ്പിറ്റലിലേക്ക് കയറാന്ന് പറഞ്ഞല്ലോ. അപ്പം 2 month ഒക്കെ ചെയ്താൽ മതി. അപ്പം ഫ്രഷ് സർട്ടിഫിക്കറ്റ് അല്ല എക്സ്പീരിയൻസ് അപ്പം ഫ്രഷേഴ്സ് അല്ലെന്ന് പറഞ്ഞു. അതൊക്കെ അപ്പൊ 2 മാസം കൊണ്ട് ഫ്രഷേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലാതെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോ 1 മാസം ചെയ്താലും കിട്ടും. അത് ഓരോ ഹോസ്പിറ്റലിന്റെ തീരുമാനപ്രകാരമാണ്. ചില ആൾക്കാർ പറയും 3 മാസം തന്നെ ചെയ്യണമെന്ന് പറയും ചില ഹോസ്പിറ്റലുകാർ. ചില ഹോസ്പിറ്റലുകളിൽ 2 മാസമൊന്നും ചെയ്താൽ മതി. ഞാൻ പറയുന്നത് മിനിമം 2 മാസം മുതൽ 3 മാസം വരെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. കാരണം ഇത് നമ്മൾ വെറുതെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമല്ല, പണി പഠിക്കണ്ടേ. വനിതയില് നോക്കി നമ്മൾ ചിക്കൻ കറിയും വെക്കാൻ വേണ്ടിട്ട് വായിച്ച് പഠിച്ചാലും ചിക്കൻ 2-3 തവണ വെച്ച് പഠിച്ചാലാണല്ലോ നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു 2-3 മാസം നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ആതിര. ഉറക്കെ പറയൂ ആതിര. യുവർ വോയിസ് നോട്ട് ക്ലിയർ. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവിടേക്കുള്ള വേക്കൻസീസ് ഒക്കെ എങ്ങനെയാണ്? ഇന്റർനാഷണൽ വേക്കൻസീസ് നമ്മൾ എടുത്തു തരാറില്ല കേട്ടോ. അത് നിങ്ങൾ തന്നെ ഗൂഗിളിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത്, ഗൂഗിളൊക്കെ കുറെ ജോബ് സൈറ്റുകൾ ഉണ്ടല്ലോ അബ്രോഡ് വേക്കൻസീസിന്റെ, അല്ലെങ്കിൽ വല്ല കൺസൾട്ടൻസികളോ അങ്ങനെയൊക്കെ സമീപിക്കണം. നമ്മള് ഇന്റർനാഷണൽ അബ്രോഡ് വേക്കൻസികൾ നമ്മളുടെ പ്ലേസ്മെന്റ് ടീം എടുക്കാറില്ല. നമ്മുടെ പ്ലേസ്മെന്റ് ടീം കേരളത്തിലെയും ഇന്ത്യയിലെയും വേക്കൻസീസ് എടുത്തു തരും കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാലോ അല്ലേ? എല്ലാവരെയും സംശയം എന്താ? ഞാനൊരു PGയുടെ കോഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സാർ ഇപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ഈ 4 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിന് കയറാം. അപ്പം PG ചെയ്യുന്ന ആൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാലോ. 4 മാസം എന്ന് പറയുമ്പോൾ ഡിപ്ലോമയുടെ ഒരു മേജർ പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഇന്റേൺഷിപ്പിന് കയറാം. അങ്ങനെ കയറുന്നതിൽ തടസ്സമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഈ ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരാൻ വേണ്ടിട്ട് ഒരു ഇത്തിരി വൈകിപ്പോയി. ഞാൻ കുറച്ച് ശാരീരികമായിട്ടുള്ള അവശതകളിലായിരുന്നു കുറച്ച് ദിവസം. അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞാൽ തൊട്ട് പുറകെ തന്നെ ഞാൻ കൂടി സംസാരിച്ചിട്ടാണ് അക്കാദമിക് ഭാഗങ്ങളിലേക്ക് കടക്കാറുള്ളത്. അപ്പൊ ഇത്തവണ ഒരു ഇത്തിരി വൈകി പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ആധികാരികമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. എന്നെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്റെ ഫോൺ നമ്പർ ഞാൻ താഴേല് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. 9235700300. ഈ നമ്പർ എല്ലാവരും തന്നെ ഒന്ന് ഫോണിൽ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ഇടും. അപ്പൊ ഈ നമ്പറിൽ നിന്നായിക്കോട്ടെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് വരുന്നത്. സേവ്ഡ് അല്ല ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ എങ്കിൽ നിങ്ങൾക്ക് ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് അവൈലബിൾ ആകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ നിർബന്ധമായും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് തന്നെ ലഭ്യമായില്ല എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും
അന്ന് തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എല്ലാവരും ഹൃദയം തുറന്ന് സംസാരിച്ചു. എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.